ആരുമില്ല? ജി പറയൂ. ഹരേ കൃഷ്ണ. വാചോ വേഗം, മനസാവേഗം, ക്രോധവേഗം, ജിഹ്വാവേഗ, ഉദരോപസ്ഥവേഗം, ഏതാൻ വേഗാൻ യോ ഇഷഹേധീര സർവാമപീതാം ഈമാം പൃഥ്വീംസ ശിഷ്യാത്. ലോകം മുഴുവൻ ശിഷ്യന്മാരുണ്ടാവാനായിട്ട് ഒരു വ്യക്തിക്ക് യോഗ്യത നേടുന്നത് വാചം 6 ത്വരകളെ നിയന്ത്രിക്കുമ്പോഴാണ്. വാക്കിന്റെ ത്വര, മനസ്സിന്റെ ത്വര, ക്രോധം, പിന്നെ നാവ്, ഉദരം, ഉപസ്ഥ ജനനേന്ദ്രിയം, ഇവകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് ലോകം മുഴുവൻ ശിഷ്യന്മാരുണ്ടാകാനുള്ള യോഗ്യത നേടാനായിട്ട് സാധിക്കുന്നു. ഹരേ കൃഷ്ണ. വേറെ ഇനി ഒരാൾ കൂടെ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ 24-ാമത്തെ പേജിൽ ആദ്യത്തെ പാരഗ്രാഫ് ആരെങ്കിലും ഒരാൾ വായിക്കുക. ഫസ്റ്റ് പാരഗ്രാഫ് ഞാൻ വായിക്കട്ടെ പ്രഭുജി? വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിർത്ത് നേരത്തെ കേട്ടോ. ജനസംഘം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃഷ്ണാവബോധത്തിൽ അഭിരുചിയില്ലാത്തവരുമായി കൂട്ടുചേരൽ എന്നാണ്. ഇത്തരം സമ്പർക്കങ്ങൾ കർശനമായി തന്നെ പരിഹരിക്കണം. ശ്രീല നരോത്തമദാസ ഠാക്കൂർ തന്മൂലം നമ്മോട് ഉപദേശിക്കുന്നത് കൃഷ്ണാവബോധ ഭക്തന്മാരുമായി മാത്രം സംസർഗത്തിൽ ഏർപ്പെടുവാനാണ്. ഭക്താസനീവാസ, ഭഗവത് ഭക്തന്മാരോടൊന്നിച്ച് ഭഗവത് സേവനം നിർവഹിക്കണം. സമാന വ്യാപാരത്തിൽ ഏർപ്പെട്ട് കഴിയുന്നവരോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് പുരോഗതിയെ സഹായിക്കും. ഈ കാരണത്താൽ തന്നെയാണല്ലോ ലൗകികന്മാരും സ്വപ്രയത്നത്തിന്റെ ഉത്കർഷം ലക്ഷ്യമാക്കിക്കൊണ്ട് വിവിധ സംഘടനകളും വിവിധ സമിതികളും രൂപീകരിക്കുന്നത്. വ്യാപാര വ്യവസായ മേഖലയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ചേംബർ ഓഫ് കൊമേഴ്സ് എന്നീ സ്ഥാപനങ്ങൾ ദൃഷ്ടാന്തങ്ങളാണ്. ഇതുപോലെ രൂപവത്കരിക്കപ്പെട്ടതാണ് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയും. കൃഷ്ണനെ വിസ്മരിക്കാത്ത ഭക്തജനങ്ങൾക്ക് സത്സംഗത്തിനുള്ള അവസരം നൽകുന്നതിനായിട്ടാണ് സമിതി സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ആത്മീയ സംഘടന അനുദിനം വളർന്നുകൊണ്ടേയിരിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടുവളരെ ആളുകൾ തങ്ങളിൽ അന്തർലീനമായി കിടക്കുന്ന കൃഷ്ണാവബോധത്തെ ജാഗ്രതാക്കുന്നതിനു വേണ്ടി ഈ പ്രസ്ഥാനത്തിൽ അംഗങ്ങളായി ചേർന്നുകൊണ്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. മതി. അപ്പോ നമ്മൾ ആദ്യം 3 പോയിന്റ് ഉണ്ടായിരുന്നു. അത്യാഹാര, പ്രയാസ, പ്രചൽപ. ഇനി 3 കാര്യം: നിയമാഗ്രഹ, ജനസംഘസ്യ, ലൗല്യം ച എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഇവിടെ ജനസംഘ എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മള് നോൺ ഡിവോട്ടിയുമായിട്ട്, ഭക്ത അല്ലാത്തവരുമായിട്ട് നമ്മള് അസോസിയേറ്റ് ചെയ്യാൻ പാടില്ല, അവരുമായിട്ട് സംഘം ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എന്ന് വെച്ചാൽ നരോത്തമദാസ് ഠാക്കൂർ പറയുന്നുണ്ട്, ആരുമായിട്ട്, ഭക്തരല്ലാത്തവരുമായിട്ട് സംഘം ചേരരുത്. എന്തുകൊണ്ടാണ് ചേരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ആരുടെ കൂടെയാണോ നമ്മൾ ചേരുന്നത് ആ സ്വഭാവം നമ്മളിൽ ഉണ്ടാവും. അവരിൽ എന്താണോ ഉള്ളത് അത് മാത്രമേ അവർക്ക് നമുക്ക് തരാൻ സാധിക്കൂ. ഇപ്പൊ എൻ്റെ കയ്യിലൊരു 100 രൂപ ഉണ്ടെങ്കിൽ ഒരാൾ വന്നിട്ട് ഒരു 10 രൂപ കടം ചോദിച്ചാൽ എനിക്കത് 100 രൂപയിൽ നിന്ന് എടുത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ആപ്പിൾ ആണുണ്ടെങ്കിൽ ഒരാൾ വന്ന് കുറച്ച് ആപ്പിൾ തരുമോ എന്ന് ചോദിച്ചാൽ ആപ്പിൾ എടുത്ത് അയാൾക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ ആപ്പിൾ വെച്ചിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ 100 രൂപ തരാൻ ചോദിച്ചാൽ എനിക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം എൻ്റെ കയ്യിൽ ഇല്ലല്ലോ. അതുപോലെ ആരുടെ കയ്യിൽ, ഡിവോട്ടിയുടെ കയ്യിൽ, ഭക്തന്മാരുടെ കയ്യിൽ എന്തുണ്ടാവും വെച്ചാൽ ഭക്തി ഉണ്ടാവും. അതുകൊണ്ട് അവരെ ചെന്ന് ചോദിക്കുമ്പോൾ ആ ഭക്തി നമുക്ക് തരാൻ സാധിക്കും. പക്ഷെ അത് ഇല്ലാത്ത ഒരു വ്യക്തിയുടെ കൂടെ പോയിട്ട് എനിക്ക് കുറച്ച് കൃഷ്ണഭക്തി പറഞ്ഞു തരൂ, കൃഷ്ണനെ കുറിച്ച് പറഞ്ഞു തരൂ, ഭഗവത്ഗീത പറഞ്ഞു തരൂ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് തരാൻ സാധിക്കില്ല, കാരണം അവരുടെ കയ്യിൽ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അവർക്ക് എന്ത് തരാൻ വരും? ഭൗതികമായ വിഷയങ്ങൾ അവർക്ക് തരാൻ സാധിക്കും. നമ്മുടെ പരിശുദ്ധമായ മനസ്സ്, ഇൻ കേസ് നമുക്ക് നന്നാവണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നാൽ പോലും ആരെടുത്ത് പോയി നമ്മൾ അപ്രോച്ച് ചെയ്യണം വെച്ചാൽ അങ്ങനെ ഉള്ള വ്യക്തികളുമായിട്ട്,
ഭക്തിയുള്ള ഒരു വ്യക്തികളുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും, അല്ലാതെ നമുക്ക് കിട്ടില്ല എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് പറയുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില സ്ഥലത്ത് ബിസിനസ് നടക്കും. അപ്പോൾ ആ ബിസിനസ് നടക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ബിസിനസ് തുടങ്ങിയാൽ നമുക്ക് നടക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. മെഡിക്കൽ കോളേജിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്ത് കച്ചവടം കൂടുതൽ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിസിൻ ആയിരിക്കും നടക്കുക, ഫാർമസി ആയിരിക്കും കൂടുതൽ തുടങ്ങി വെച്ചിരിക്കുക. ഒരുപാട് ഷോപ്പുകൾ ഉണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് ഇനി ഒരാൾ കൂടെ വന്ന് തുടങ്ങിയാൽ അവർക്കും കച്ചവടം നടക്കും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്നവർ എങ്ങനത്തെ ആൾക്കാരാണ്? മരുന്ന് മേടിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഒരു സ്ഥലത്തില്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയാൽ അവർ കിട്ടുമെന്നുള്ള ഉറപ്പുണ്ട്. പക്ഷെ നമ്മൾ ഏതോ ഒരു മൂലയ്ക്ക് പോയിട്ട് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഒരുപാട് ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി അലഞ്ഞാൽ അവിടെ കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നടക്കുന്ന കച്ചവടം എന്താണ് എന്ന് ചോദിച്ചാൽ തുണി കച്ചവടമായിരിക്കും നടക്കുക. അപ്പൊ അതുപോലെ ഭക്തന്മാരുടെ ഇടയ്ക്ക് എന്താ നടക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തിമാർഗം, നാമസങ്കീർത്തനം നടക്കും. അപ്പൊ അവരുടെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് കിട്ടും? ആ ഡിവോഷനിൽ നമുക്ക് മേടിക്കാൻ കിട്ടും എന്നുള്ളതാണ്. അപ്പോ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ എപ്പോഴും കൃഷ്ണനെ ഓർക്കുക എന്നുള്ളതാണ് നമുക്ക് വളരെ അത്യാവശ്യം. അപ്പൊ ആരാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്? ഭക്തന്മാർ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവരുടെ കൂടെ ചെല്ലുമ്പോൾ നമുക്കും ഭഗവാനെ കുറിച്ച് ഓർക്കാനുള്ള അവസരം കിട്ടും. അപ്പൊ അതിന്റെ അടുത്തത് പറയാണ് ഇതിനകത്ത് കൃഷ്ണ ഭക്തി തരാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം, ഇസ്കോൺ എന്ന് പറയുന്ന പ്രസ്ഥാനം. അപ്പൊ ഇസ്കോൺ ഇന്ന് വളരെ ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട് ഇത്ര ഫാസ്റ്റായിട്ട് വളരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൃഷ്ണഭക്തി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഒരാൾ സ്വീകരിച്ചു, അയാൾ പഠിച്ചു, ആ വ്യക്തി എന്ത് ചെയ്യുന്നു? മറ്റുള്ളവർക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആ കൃഷ്ണഭക്തി അവിടെ ഫാസ്റ്റായിട്ട് വളരുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു പ്രസ്ഥാനം വേറെ എവിടെയുമേ ഇല്ല. ഇപ്പൊ നമ്മുടെ മെയിൻ സമ്പ്രദായം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മസമ്പ്രദായം, കുമാരസമ്പ്രദായം, രുദ്രസമ്പ്രദായം, ശ്രീ സമ്പ്രദായം. ഈ 4 സമ്പ്രദായങ്ങളുണ്ട്. ഈ 4ഉം കറക്റ്റായ സമ്പ്രദായമായിരുന്നാലും ഇതില് ബാക്കി 3 പേരും പ്രചരണമില്ല. ശ്രീ സമ്പ്രദായത്തിൽ കുറച്ച് പേര് പ്രചരണം ചെയ്യുന്നുവെങ്കിലും അവർ ഫാമിലിക്കകത്ത് മാത്രം ഇങ്ങനെ ഒതുങ്ങുകയാണ്. അവർ പുറമേ ഉള്ള പതിതന്മാർക്ക്, ജീവാത്മാക്കൾക്ക്, ഫാൾ ഡൗൺ ആയ വ്യക്തികൾക്ക് കൃഷ്ണബോധം കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കുന്ന പ്രസ്ഥാനം ഏതാണ്? ഇന്ന് ലോകത്തിൽ നോക്കിയ ഒറ്റ പ്രസ്ഥാനമേ ഉള്ളൂ. പഠിപ്പിക്കാൻ വേണ്ടി, ആധ്യാത്മിക പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു പ്രസ്ഥാനം ഹരേ കൃഷ്ണ പ്രസ്ഥാനം. അതുകൊണ്ടാണ് ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ലോകം മുഴുവൻ വളരെ ഫാസ്റ്റായിട്ട് അത് ഗ്രോത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മളും എന്ത് ചെയ്യണം? അങ്ങനെ നടക്കുന്ന ഒരു സ്ഥലത്തിൽ പോയിട്ട് ആ കൃഷ്ണാബോധം സ്വീകരിക്കും, അത് മറ്റുള്ളവർക്ക് കൊടുക്കാനും നമ്മൾ പഠിക്കണം. അപ്പോ ഇങ്ങനെ ഈ ഒരു സാഹചര്യം ഉണ്ടാക്കി തരുന്നതാണ് ജനസംഘം. ജനത്തിന്റെ സംഘം എവിടെയാണ് പെർഫെക്റ്റ് ആയിട്ട് നല്ല ഡിവോട്ടിയുടെ സംഘം ഉണ്ടാകുന്നതിനാണ് ഇവിടെ പറയുന്നത്. എന്നാൽ കർമ്മികളെ സംബന്ധിച്ചോളം കർമ്മികൾക്ക് ഒരു എന്താ പറയാന്ന് വെച്ചാല് അവർക്ക് ഫ്യൂച്ചറിനെ കുറിച്ച്, വരുന്ന ഭാവിയെക്കുറിച്ച് അവർക്ക് ഒരു ധാരണയില്ല. അത് എങ്ങനെ നടക്കും? എന്താണ് ഫ്യൂച്ചർ? അതിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഞാൻ എവിടെയാണ് എത്തേണ്ടത്? ഞാൻ എന്തിനെ ഫോക്കസ് ചെയ്തിട്ട് വേണം എൻ്റെ ഫ്യൂച്ചറിനെ ഞാൻ ഡിസൈഡ് ചെയ്യേണ്ടത്? ഇതൊന്നും അവർക്ക് അറിയില്ല. അവരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ് വേണം. കാശില്ലാതെ ഒന്നും നടക്കില്ല. കാശ് ഉണ്ടാക്കണം, ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എന്താണ് അവരുടെ ഫ്യൂച്ചർ? ഞാൻ ഉപയോഗിക്കണം, കൂടാതെ എൻ്റെ മക്കൾ ഉപയോഗിക്കണം, അതുകൂടാതെ അവരുടെ മക്കൾ യൂസ് ചെയ്യണം. എൻ്റെ കുടുംബത്തിൽ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകില്ല. അതുകൊണ്ട് തലമുറയ്ക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? കാശുണ്ടാക്കി വെക്കും. ഇതാണ് അവരുടെ ഫ്യൂച്ചർ. പക്ഷെ ഇത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത് കറക്റ്റ് അല്ല. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൂടെ പറയുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു പൈസക്കാരൻ കുറെ കാശുണ്ടാക്കി അയാൾക്ക് വേണ്ടി, അയാളുടെ മക്കൾക്ക് വേണ്ടി, അതിൻ്റെ എന്താ പറയാ, പിന്നെ ഉള്ള തലമുറയ്ക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി വെച്ച് മരിച്ചു പോയിട്ട് അടുത്ത ജന്മത്തില് അയാൾ വന്ന് ജനിച്ചത് ഒരു ചെരുപ്പ് കുറ്റിയായിട്ടാണ് ജനിച്ചത്. ചെരുപ്പ് കുറ്റിയായിട്ട് ജനിച്ചിട്ട് അയാൾക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. കാരണം ഈ പൈസ നമുക്ക് എന്താണോ ആസക്തി ഉണ്ടാക്കുക, ആ ആസക്തി മനസ്സ്, ബുദ്ധി, അഹങ്കാരത്തിൽ ഉണ്ടാകും. ആ ഡിസയർ ഉള്ളത് കൊണ്ട്. പക്ഷെ അതേ അവസ്ഥ നമ്മൾ കാണാനോ അനുഭവിക്കാനോ ഉള്ള സാഹചര്യവും പ്രകൃതി നമുക്ക് ഇട്ടുതരും. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ആ വീട്ടിന്റെ മുറ്റത്തിൽ ഒരു ചെരുപ്പ് കുറ്റിയായിട്ട് തന്നെ വന്ന് ജീവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ആ വ്യക്തിക്ക് അറിയില്ല. കാരണം
സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടം മത്ത സ്മൃതി ജ്ഞാനമാബോഹനം ച. ഓർമ്മയും മറതിയും ആരാ തരുന്നത്? കൃഷ്ണൻ തരുന്നു. അപ്പൊ നെക്സ്റ്റ് ലൈഫ് പുതിയ ബോഡി സ്വീകരിച്ചപ്പോ ഈ ആത്മാവിന് എല്ലാം മറന്നുപോയി. എന്ത് മറന്നുപോയി? പണ്ടുള്ള കാര്യം മറന്നുപോയി. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആരായിരുന്നു, ഈ വീട് എൻ്റെതാണ്, ഞാൻ ഉണ്ടാക്കിയ വീടാണ്, ഇതെല്ലാം എൻ്റെ മക്കളാണ് എന്നുള്ള കാര്യം ആർക്ക് മറന്നുപോയി? ഈ ചെരുപ്പ് വീട്ടിൽ മറന്നുപോയി. പക്ഷെ അയാളുടെ ആ വീട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ ആ ഒരു എന്താ പറയാ കർമ്മം അനുസരിച്ച് അവിടെ വന്ന് ചെരുപ്പ് കുറ്റി അവിടെ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഈ ചെരുപ്പ് കുറ്റി ആ വീട്ടിനകത്ത് കയറിപ്പോ എന്തോ ഒരു അട്രാക്ഷനിൽ ആ വീട്ടിൽ കാണാം എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറി. അവിടെ ഉള്ളവരൊക്കെ പരിചയമില്ലാത്ത ഒരാൾ വരുന്നതും ഈ ചെരുപ്പ് കുറ്റി വരുന്നതും ചെരുപ്പ് എടുത്ത് തന്നെ വീട്ടുകാർ തന്നെയാണ്. അപ്പോ ഇതാണ് കർമ്മിക്ക് എന്തറിയില്ല, ഫ്യൂച്ചർ എന്താണെന്ന് അവർക്കറിയില്ല. നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു, ഇവരെല്ലാം എന്നെ നോക്കുമോ, ഒന്നുമേ അറിയില്ല. പക്ഷെ യഥാർത്ഥ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭഗവാനെ മനസ്സിലാക്കി ഭഗവാന്റെ ധാമത്തിൽ നിത്യവാസം ചെയ്യുക. അതാണ് നമ്മുടെ യഥാർത്ഥ ഫ്യൂച്ചർ. ഓക്കെ, അല്ലാതെ ടെമ്പററി ആയിട്ടുള്ള ബോഡി. കാരണം അടുത്ത ജന്മത്തിൽ ഇവരായിരിക്കില്ല നമ്മുടെ മക്കളായിട്ടൊന്നും ജനിക്കുക. അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ മക്കളെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാവില്ല. അപ്പൊ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാതെ പോകും. അതാണ് ഇവിടെ പറയുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുന്നത്. ഇനി നിയമ ആഗ്രഹ അടുത്തത് പറയുന്നത്. നിയമാഗ്രഹ എന്താണ്? ഇപ്പൊ ജനസംഖ്യ നോക്കി അത് നിയമാഗ്രഹം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ആ പാരഗ്രാഫ് 26ാമത്തെ പാരഗ്രാഫ് ആരെങ്കിലും ഒന്ന് വായിക്കാവോ? 26ാമത്തെ പേജിലെ സെക്കൻഡ് പാരഗ്രാഫ് വായിക്കും. ഉപയോഗിത അവിടുന്ന് തൊട്ടാണ് പ്രഭു ആ ഒരു പാരഗ്രാഫ് വായിക്കും. ഓക്കെ, ഹരേ കൃഷ്ണ. ഉപയോഗിതാവാദികൾ ഉദ്ബോധിപ്പിക്കുന്നതിനനുസരിച്ച് ചില വേദാനുശാസനങ്ങളെയും നിയമങ്ങളെയും സ്വീകരിക്കുന്നതിന് നിയമ ആഗ്രഹം എന്ന് പറയുന്നു. ആത്മീയ പുരോഗതിക്ക് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ശാസ്ത്ര നിയമങ്ങളിലും നിയന്ത്രണങ്ങളിലും ഉപേക്ഷ കാണിക്കുന്നത് നിയമ ആഗ്രഹം ആണ്. ആഗ്രഹം എന്നതിൽ സ്വീകരിക്കുവാനുള്ള ത്വര എന്നും ആഗ്രഹം എന്നതിന് സ്വീകരിക്കുന്നതിൽ പരാജയം എന്നുമാണ് അർത്ഥങ്ങൾ. നിയമ എന്ന പദത്തോട് മേൽപ്പറഞ്ഞ രണ്ടു വാക്കുകളിൽ ഒന്ന് ചേർത്തിട്ടാണ് നിയമാഗ്രഹം എന്ന പദം ശ്ലോകത്തിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. നിയമം എന്നതിന് വിധികളും നിയന്ത്രണങ്ങളും എന്നർത്ഥം. അങ്ങനെ നിയമാഗ്രഹം എന്നതിന് പദങ്ങളുടെ ചേർച്ചയനുസരിച്ച് രണ്ടർത്ഥങ്ങളുണ്ട്. കൃഷ്ണാവബോധ നിരതന്മാർ വിധികളും നിയന്ത്രണങ്ങളും സാമ്പത്തിക പുരോഗതിക്കായി സ്വീകരിക്കരുത്. അതേസമയം വേദവിഹിതങ്ങളായ വിധികളും നിയന്ത്രണങ്ങളും വളരെ അവധാനപൂർവം കൃഷ്ണാവബോധ വികസനത്തിനായി ഉപയോഗിക്കുകയും വേണം. അവിഹിതമായ ലൈംഗിക വീഴ്ച, മാംസഭോജനം, ചൂതാട്ടം, മദ്യപാനം എന്നീ ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായും കർശനമായും ഒഴിഞ്ഞുമാറി നിന്നുകൊണ്ട് ശാസ്ത്രവിധികൾ അവർ അനുസരിക്കേണ്ടതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ രണ്ട് കാര്യം പറയുന്നുണ്ട്. നിയമാഗ്രഹ എന്ന് പറഞ്ഞാൽ ശാസ്ത്രവിധി അനുസരിച്ച് ഫോളോ ചെയ്യേണ്ട കാര്യം. അപ്പൊ നിയമ അഗ്രഹ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിയമാഗ്രഹ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വീകരിക്കേണ്ട കാര്യമാണ്. ശാസ്ത്രത്തിന്റെ വിധി പ്രകാരം എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് സ്വീകരിക്കേണ്ട കാര്യമാണ്. നിയമാഗ്രഹ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യും, അത് സ്വീകരിക്കുന്നില്ല, അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നിയമാഗ്രഹ എന്ന് പറയുമ്പോൾ 4 കാര്യമാണ് പറയുന്നത്. നമ്മൾ പറയാറ് നമ്മുടെ റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. ഇസ്കോണിന്റെ മെയിൻ ആയിട്ടുള്ള റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യാം. ഈ റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ദീക്ഷ കൊടുക്കാൻ വില്ലിങ് ആവും. ഗുരു എന്ത് ചെയ്യും? അത് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദീക്ഷ കൊടുക്കാൻ തയ്യാറാവും. അപ്പൊ എന്താണ് റെഗുലേറ്റീവ് പ്രിൻസിപ്പിള്? നോ മീറ്റ് ഈറ്റിംഗ്, നോ ഗാംബ്ലിംഗ്, നോ ഇൻടോക്സിക്കേഷൻ, നോ ഇല്ലിസിറ്റ് സെക്സ്. അപ്പം എന്താ പറയുക, അവീത ബന്ധം പാടില്ല, ചൂത് കളിക്കാൻ പാടില്ല, പിന്നെന്താണ്, ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യരുത്, പിന്നെ ഗാംബ്ലിംഗ്, മത്സ്യമാംസങ്ങൾ കഴിക്കുക. ഈ 4 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ 4 കാര്യവും നമ്മൾ എന്ത് ചെയ്യണം? അത് നിയമമാണ്. എന്താണ്? ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന നിയമമാണ്. നിയമാഗ്രഹം അത് നമ്മൾ ഫോളോ ചെയ്യണം. അതാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. അതിനെ റിജക്റ്റ് ചെയ്താൽ നമ്മുടെ ആധ്യാത്മികം കൃഷ്ണാവബോധം നശിച്ചു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ നിയമങ്ങളെ നമ്മൾ തീർച്ചയായും അത് ഫോളോ ചെയ്യണം. അപ്പോൾ
ചിലപ്പോ ഇവിടെ ഒരു കാര്യം, നിയമാഗ്രഹത്തില് ചിലര് വളരെ സ്ട്രോങ് ആയിട്ട് മുറുകെ കയറി പിടിക്കും. എന്തോ ഒരു നിയമത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് കൃഷ്ണാവബോധം ഇല്ലാതെയാണ്. ഓക്കെ, കൃഷ്ണാവബോധം നശിപ്പിച്ചു കളയും. അപ്പോ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് പറയാണ് വീട്ടില് സന്ധ്യാസമയത്ത് നമ്മൾ വിളക്ക് വെക്കാറുണ്ട്. ഓക്കെ, വിളക്ക് വെക്കുക എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് ഇരുട്ടായിരിക്കുമ്പോൾ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് പ്രകാശമാക്കിയിട്ട് അവിടെ നിന്ന് രാമനാമം ജപിക്കുക. ഓക്കെ, അപ്പൊ വിളക്ക് വെക്കലെന്ന് പറയുന്നത് രാമനാമം ജപിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഒന്നിച്ചിരുന്ന് ആ പ്രകാശത്തിൽ ഇരുന്നു കൊണ്ട് രാമനാമം ജപിക്കാൻ വേണ്ടിയിട്ടാണ് വിളക്ക് വെക്കുക. ഇല്ലെങ്കിൽ ഒരു അമ്പലത്തില് വിളക്ക് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ അമ്പലത്തിനകത്തിരിക്കുന്ന വിഗ്രഹം നമുക്ക് ദർശനം എടുക്കാൻ വേണ്ടി, ഭഗവാനെ ദർശനം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സന്ധ്യ ആകുമ്പോൾ ഒരു വിളക്ക് വെക്കും, വെളുപ്പ രാവിലെ ആകുമ്പോൾ ഇരുട്ടായിരിക്കും, ആ സമയത്ത് ഒരു വിളക്ക് വെക്കും. ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ഒരു നിയമമായിട്ട് വെച്ചിരിക്കുകയാണ്, വിളക്ക് സന്ധ്യയ്ക്ക് ഉച്ചക്കൊക്കെ വിളക്ക് കത്തിക്കണം എന്ന് പറയുന്നത് വെച്ചിരിക്കുകയാണ്. എന്നാൽ കലിയുഗമായപ്പോൾ നല്ല പ്രകാശമുള്ള ലൈറ്റ് വന്നു. ലൈറ്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ലൈറ്റ് ഇടണം. ലൈറ്റ് ഇട്ടിട്ട് നമ്മുടെ ഉദ്ദേശം എന്താണ്? നാമജപമാണ്. അവിടെ വിളക്ക് കത്തിച്ചു, ഇവിടെ ലൈറ്റ് ഇട്ടു. എന്നാൽ നമ്മുടെ ഉദ്ദേശം എന്താണ്? ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാനെ ഓർക്കുക, അല്ലെ? അല്ലെങ്കിൽ ഭഗവാന്റെ ദർശനം എടുക്കുക. ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഇവിടെ ചില അമ്പലങ്ങൾ പറയാണ് വിളക്ക് മാത്രമേ അമ്പലത്തിനകത്ത് വെക്കാവൂ, ലൈറ്റ് ഇടാൻ പാടില്ല എന്ന് നിയമം വളരെ മുറുകെ പിടിച്ചിട്ട്. പക്ഷെ ഭഗവാൻ അവതാരം എന്ന് പറഞ്ഞാൽ, അവതരിക്കുക എന്ന് പറഞ്ഞാൽ മേലെ ഇരുന്ന് ഇറങ്ങി വരിക എന്നാണ് അർത്ഥം. എവിടുന്ന്? ഭഗവാന്റെ ഉപരിലോകത്തിലെ വൈകുണ്ഠ ലോകത്തിൽ നിന്ന് ഭഗവാൻ പതിതന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ ഇറങ്ങി വരുന്നതിനെയാണ് അവതാരം എന്ന് പറയുക. അപ്പൊ ഇവിടെ ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്. എങ്ങനെ? വിഗ്രഹമായിട്ട്, വിഗ്രഹ രൂപത്തിൽ അവിടെ അവതരിച്ചിട്ടുണ്ട്. ആ വിഗ്രഹത്തിന് ദർശനം, നമ്മളെ കണ്ണ് തന്നിരിക്കുന്നത് ഭഗവാന്റെ ദർശനം എടുക്കാൻ, ചെവി തന്നിരിക്കുന്നത് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ, നാവ് തന്നിരിക്കുന്നത് ഭഗവാനെ കുറിച്ച് സംസാരിക്കാൻ. അതാണ് നമ്മൾ വാചോ വേഗ മനസ്സ്, ഇതിനെല്ലാം കൃഷ്ണാവബോധത്തിൽ മാറ്റണം എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഇവിടെ ഒരു നിയമത്തിനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. എന്താണ്? അമ്പലത്തിനകത്ത് വിളക്ക് വെക്കരുത്. പണ്ടുപോലെ അതേപോലെ ഒരു ചെറിയ കുഞ്ഞു വിളക്ക്, പത്മനാഭസ്വാമി ടെമ്പിൾ ട്രിവാൻഡ്രത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോഴെങ്കിലും അത്യാവശ്യത്തിന് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് ഒരുപാട് വിളക്കുകളൊക്കെ കത്തിക്കുന്നുണ്ട്. പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ 1-2 ചെറിയ കുഞ്ഞു വിളക്ക് കാണും. അപ്പോൾ അവിടെ വന്നിട്ട് ആൾക്കാർ പെട്ടെന്ന് വന്നിങ്ങനെ ദർശനം എടുക്കും. അത് 3 എൻട്രൻസ് ഉണ്ട്. തലയ്ക്ക് ഒരു എൻട്രൻസ്, നടുക്ക് വയർ ഭാഗത്തിനൊന്ന്, പാദത്തിന്റെ ഭാഗത്തിന് ഒരു എൻട്രൻസ്. അപ്പോൾ ഒറ്റയടിക്ക് മുഴുവനും ഭഗവാനെ കാണാനും പറ്റില്ല. അപ്പൊ ആദ്യത്തെ എൻട്രൻസിൽ നിന്ന് തല കാണണം, രണ്ടാമത്തെ എൻട്രൻസിൽ നിന്ന് വയറുഭാഗം കാണണം, മൂന്നാമത്തെ തൃപ്പാദം കാണണം. ഇങ്ങനെയാണ്. പക്ഷെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇരുട്ടാണ്, നല്ല കറുത്ത വിഗ്രഹമാണ്. ഇപ്പൊ ഭഗവാന്റെ സ്വർണം ഒക്കെ ഇട്ടിട്ടുണ്ട്. പണ്ട് അതും ഇല്ലായിരുന്നു. ഫുൾ കറുകറാന്ന് കരിങ്കല്ല് പോലെ ഉണ്ടാവും. ഇത് പെട്ടെന്ന് വരുന്ന ഒരാൾക്ക് അതിനകത്ത് എന്തുണ്ടെന്നേ കാണില്ല. അവര് തിരക്കിനകത്ത് ഇങ്ങനെ പുറത്തു പോകും, തള്ളി അങ്ങ് പുറത്താക്കും. ഭഗവാനെ കണ്ടില്ല എന്ന് പറയും. ചിലർ പറയും കണ്ടു, ആദ്യം കാല് മാത്രമേ കണ്ടോളൂ. പക്ഷെ അവർ കണ്ടത് തലഭാഗമാണ്, കാല് മാത്രമേ കണ്ടോളൂ. കാരണം അത് വ്യക്തമായിട്ട് അവർക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ തലയുടെ അവിടെ ഒരു പൂ ഇട്ടിരിക്കും. അപ്പൊ പണ്ട് അവിടെ ഒരു പൂജാരി നിന്നിട്ട് പറയും, നിങ്ങൾ തലയുടെ അവിടെ കാണൂ, തലയുടെ അവിടെ നെറ്റിയുടെ അവിടെ ഒരു പൂ ഇട്ടിട്ടുണ്ട്, അതാണ് തലഭാഗം. വിരലിൽ ഇങ്ങനെ പൂ ചുറ്റിയിട്ടുണ്ട്, അതാണ് പാദം, തൃപ്പാദം എന്നെല്ലാം ഒരു എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷെ യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വലിയൊരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഭഗവാനെ നന്നായിട്ട് കാണും. ശ്രീരംഗം 108 ദിവ്യദേശത്തിലെ ഏറ്റവും പരമപ്രധാനമായ ദിവ്യദേശമാണ് ശ്രീരംഗം എന്ന് പറയുന്നത്, തിരുച്ചിരാപ്പള്ളിയിലുള്ളത്. ഈ അമ്പലത്തിൽ എന്താ ചെയ്തിരിക്കുന്നു? ഫുൾ AC വെച്ചിട്ടുണ്ട്, അതിനകത്ത് വിളക്കുകളെല്ലാം വെച്ചിട്ടുണ്ട്, നല്ല ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ പോയാൽ കണ്ണ് നിറയെ ഭഗവാനെ കാണാം, മനസ്സ് നിറയെ കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? അത് നന്നായിട്ട് കാണാം. ഭഗവാൻ അങ്ങനെ ശാന്താകാരം, ഭുജഗശയനം, പത്മനാഭം, സുരേഷം എന്ന് പറയുന്ന പോലെ ആ ഫുള്ള് വർണ്ണിക്കുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ കാണാം. പക്ഷെ പത്മനാഭസ്വാമിയെ കാണാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എന്താ ചെയ്ത്? നിയമത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രിൻസിപ്പിളെ വിട്ടു. ഓക്കെ, അപ്പൊ ഒരാൾ പറയാണ്, ഞങ്ങള് എന്താ പറയാ, ഈ പീരിയഡ്സ് ആയ സമയത്ത് നാമം ജപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അവരൊരു നിയമം അങ്ങ് പിടിച്ചു. എന്നിട്ട് എന്താ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതുകൊണ്ട് നാമം ജപിക്കാതെ ഇരിക്കുകയാണ്. ഇത് ഒരാളുടെ ഫിസിക്കൽ കണ്ടീഷനിൽ അങ്ങനെ മാറുന്നതാണ്, അവർക്കും വരുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻ കേസ് ഭഗവാനെ മനസ്സിൽ വന്നാൽ എടുത്ത് കളയാൻ പറ്റുമോ? ഈ ഭഗവാനെ വരല്ലേ, എൻ്റെ മനസ്സിൽ വരില്ലേ, ഞാൻ അശുദ്ധിയാണ് എന്ന് കളയാൻ പറ്റുമോ? കളയാൻ പറ്റില്ല.
അപ്പൊ എന്ത് ചെയ്യണം? ശരിക്കും നാമം ജപിക്കണം. നമ്മുടെ ഉദ്ദേശം നാമജപമാണ്, അല്ലാതെ പക്ഷെ പൂജയ്ക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പൂജയ്ക്ക് പോകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നിയമം എവിടെയോ പറയുന്നുണ്ട്, നിയമം വേണം, പക്ഷെ ആ നിയമത്തിനെ പിടിച്ചുകൊണ്ട് നാമം ജപിക്കാതിരിക്കും. ചിലർ ചപ്പലിട്ട നാമം ജപിക്കില്ല. അപ്പോൾ ചപ്പലിട്ടിട്ട് ജപിക്കരുത്. ശരിക്കും ഒരു മാറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഇരുന്ന് വേണം ജപിക്കാൻ. ഇതാണ് നിയമം. പക്ഷെ നമ്മൾ വഴിയിൽ നടന്നു പോകുന്നു, അപ്പൊ നമുക്ക് നാമം ജപിച്ചിട്ട് പോകാം. പക്ഷെ ഇപ്പൊ എന്താണ്, ഞാൻ ചപ്പലിട്ടതുകൊണ്ട് നാമമേ ജപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധം എന്താവും? നശിച്ചു പോകും. അപ്പോ എന്ത് ചെയ്യണം? നാമത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാമം ജപിക്കണം. അങ്ങനെ ചിലര് നിയമത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യം കൃഷ്ണസേവനം അല്ലെങ്കിൽ കൃഷ്ണസ്മരണ അതിനില്ലാതെ, അങ്ങനെ ആകരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. അടുത്ത പാരഗ്രാഫ് ആരെങ്കിലും ഒരാൾ വായിക്കാവോ? ചെറിയ പാരഗ്രാഫ്, അത് മാത്രം വായിച്ചു. ഹരേ കൃഷ്ണ പ്രഭുജി. വൈഷ്ണവ ഭക്തന്മാരെ നിന്ദിക്കുന്ന മായാവാദികളോടുള്ള സംസർഗം തികച്ചും പരിഹരിച്ചേ പറ്റൂ. ഭൗതിക സുഖ തൽപരന്മാരായ ഭുക്തികാമികളും നിരാകാര നിർഗുണ ബ്രഹ്മത്തിൽ ലയിച്ച് മോക്ഷം കാക്ഷിക്കുന്ന മുക്തികാമികളും യോഗാഭ്യാസം വഴി പൂർണ്ണതയിലെത്തുവാൻ ആഗ്രഹിക്കുന്ന സിദ്ധികാമികളും അത്യാഹാരികളാണ്. ഇവരോട് കൂട്ടുചേരുന്നതും അനാശാസ്യമാകുന്നു. ഹരേ കൃഷ്ണ. യോഗം ശീലിച്ച് പൂർണ്ണതയിൽ എത്തിച്ച് ബ്രഹ്മത്തിൽ അലിഞ്ഞു ചേർന്ന് മനസ്സിനെ വികസിപ്പിക്കുവാനുള്ള ആഗ്രഹവും യോഗശീലനം വഴി അത്ഭുതകരങ്ങളായ ഭൗതിക സിദ്ധികൾ ഉണ്ടാക്കുവാനുള്ള ആഗ്രഹവും ലൗല്യം ആണ്, അത്യാഗ്രഹമാണ്. ഭൗതിക നേട്ടങ്ങളോ ആത്മീയ സിദ്ധികളോ നേടുന്നതിനുള്ള പ്രയത്നങ്ങൾ കൃഷ്ണാവബോധ മാർഗത്തിൽ തടസ്സം സൃഷ്ടിക്കും. ഹരേ കൃഷ്ണ. അപ്പൊ ഇതിൽ പറയുന്നത് ലൗല്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ലൗല്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ആഗ്രഹമുണ്ട്, എനിക്കിപ്പോ കഴിക്കാൻ ആഗ്രഹമുണ്ട്, ഓക്കെ. പക്ഷെ എനിക്ക് അത്യാഗ്രഹമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിക്കണം, എനിക്ക് ആവശ്യമാണ്, അത് കഴിക്കാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അടുത്തവന്റെ പ്ലേറ്റ് ഇരിക്കുന്നത് എടുത്ത് കഴിക്കണം. ഇത് അത്യാഗ്രഹം. നമ്മൾ കഴിച്ചു, ആവശ്യത്തിന് വയറ് നിറഞ്ഞു, ഓക്കെ. പക്ഷെ അത് ഇനിയും കിട്ടണം, അവന് വെച്ചിരിക്കുന്നതും വേണം, ഇതും വേണം എന്ന് പറഞ്ഞാൽ അവരുടെ പ്ലേറ്റിൽ നിന്നൊക്കെ എടുത്ത് കഴിച്ചാൽ അതിനെന്ത് പറയും? അത്യാഗ്രഹം. അതുപോലെ ചില കാര്യങ്ങൾ ആവശ്യമാണെങ്കിൽ ചിലര് അനാവശ്യമായിട്ട് എക്സ്ട്രാ ഉണ്ടാക്കും. നമ്മൾ അത്യാഹാര എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് അധികം ഉണ്ടാക്കുന്നു. പൈസ ആവശ്യമാണ്, കാരണം കാശില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് ജോലി ചെയ്യുക, കുറച്ച് കാശുണ്ടാക്കുക, ആവശ്യത്തിന് ഹാപ്പി ആയിട്ട് ജീവിക്കുക, അങ്ങനെ ഇരിക്കാം. പണ്ടുള്ള ആൾക്കാർ അങ്ങനെയാണ്. കുറച്ച് അവർ ഒരുപാട് ട്രാവൽ ചെയ്യില്ല, അവരുടെ ഗ്രാമത്തിനകത്തായിരിക്കും അവർ ജീവിക്കുക. അവരെന്താണ്, പാടത്ത് പോയി രാവിലെ വെളുപ്പിനാവുമ്പോൾ 5 മണിക്ക് എണീക്കും. എണീറ്റ് പാടത്ത് പോയി കുറച്ച് പണിയെടുക്കും. പണിയെടുത്ത് കഴിഞ്ഞിട്ട് ഒരു 7 മണിയാവുമ്പോൾ തിരിച്ചു വരും, കുറച്ച് ആഹാരം കഴിക്കും. പിന്നെ അവർ ചിലപ്പോൾ അമ്പലങ്ങളുണ്ടാകും, കഥാപ്രസംഗം, അവിടെ ഭഗവാന്റെ കഥകളൊക്കെ നടക്കും, അവിടെ പോയി അവരൊക്കെ കേൾക്കും. എന്നിട്ട് നാട്ടുകാരുമായിട്ടൊക്കെ സംസാരിക്കും. ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ സന്ധ്യ ആകുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ച് പണിയെടുക്കും. എന്നിട്ട് സന്ധ്യയ്ക്ക് ഒരു 5 മണിയാകുമ്പോൾ തിരിച്ചും പോയി ആറ്റിൽ എല്ലാവരും ഒന്നിച്ച് പോയി കുളിക്കാൻ പോകും. കുളിച്ച് തുണിയൊക്കെ നനച്ചിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് ഇതേപോലെ അമ്പലങ്ങളിൽ പോയിട്ട് അവിടെ ഡ്രാമ ഉണ്ടാകാം. ചിലപ്പോൾ ഭഗവാന്റെ ലീലകളെല്ലാം ഇങ്ങനെ അതുകൊണ്ടാണ് പഴയ അമ്പലത്തിൽ പോയാൽ മണ്ഡപങ്ങളുണ്ടാവും, പുറമെ തന്നെ ഉണ്ടാവും. ചുറ്റമ്പലത്തിനകത്ത് 4 മണ്ഡപങ്ങളൊക്കെ ഉണ്ടാവും. എന്തിനാ ഈ മണ്ഡപം വെച്ചിരിക്കുന്നത് വെച്ചാൽ അവിടെ ഇരുന്ന് അവർ ഭഗവത് കഥ പറയും, ഇതെല്ലാം ഇവർ ശ്രമിക്കും. TV ഒന്നും കാണില്ല. എന്നിട്ട് നേരത്തെ വന്ന് കിടന്ന് ആഹാരം കഴിച്ചിട്ട് ഉറങ്ങും. അപ്പൊ ഇതാണ് ലൈഫ്. സിമ്പിൾ ആയിട്ടിരിക്കുകയാണ്, പക്ഷെ ഭയങ്കര ഹാപ്പി ആയിട്ട്, ഭയങ്കര ജോയിന്റ് ഫാമിലിയാണ്. അവരൊന്നും ഓരോരുത്തർക്കും ഓരോ റൂമൊന്നും കാണില്ല. ഒരു റൂം ഉണ്ടാവും, ബാക്കിയെല്ലാം ഒരു വലിയ ഹാൾ ഉണ്ടാവും, ഒരു കിച്ചൺ ഉണ്ടാവും, ഇങ്ങനെയായിരിക്കും വീടുണ്ടാവും. ഒരു ബാത്റൂം വീട്ടിനകത്തായിരിക്കില്ല, ഇവിടെ ആറ്റിലായിരിക്കും. അവർക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ ആറ്റിൽ പോകണം, ആറ്റിന്റെ കരയ്ക്ക് പോകണം. പിന്നെ അത് കുറച്ചുകൂടെ മോഡേൺ ആയപ്പോൾ ആറ്റിന്റെ കരയിൽ നിന്ന് വീട്ടിന്റെ ബാക്കിലായി. പിന്നെ കുറച്ചുകൂടെ മോഡേൺ ആയപ്പോൾ വീട്ടിനകത്തായി. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മോഡേൺ ആയപ്പോൾ ബെഡ്റൂമിനകത്തായി. പിന്നെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഇപ്പോൾ എന്താണ്, ബാത്റൂം എവിടെയായിരിക്കുന്നത്? കിച്ചണിനകത്താണ് വെച്ചിരിക്കുന്നത്. പുതിയ ഫ്ലാറ്റിലൊക്കെ പോയാൽ സർവൻറ്റിന് എന്ന് പറഞ്ഞ് കിച്ചണിനകത്ത് തന്നെ ബാത്റൂം ഉണ്ടാക്കും. അപ്പോൾ സംസ്കാരം കുറഞ്ഞു വരികയാണ്. നമ്മുടെ ക്ലീൻലിനെസ് കുറഞ്ഞാണ് വരുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര ക്ലീൻലിനെസ് ആണെന്ന് പറഞ്ഞു, പക്ഷെ അവരെവിടെയോ വെച്ചിരിക്കുകയാണ്, മാറ്റി ദൂരെ വെച്ചു, ഇവിടെയൊക്കെ പരിശുദ്ധിയായിട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷെ അപ്പോൾ ക്ലീൻലിനെസ് നമുക്ക് കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടന്ന് ആൾക്കാർ ജീവിച്ചു, ഒരു തരത്തിൽ പ്രശ്നമല്ല, ഹെൽത്തി ആയിരുന്നു, അസുഖങ്ങൾ കുറവാണ്.
അവർ സന്തോഷമായിട്ട് ജോയിന്റ് ഫാമിലിയാണ്. ഒരുപാട് മുമ്പ് ഒരാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു റൂമേ ഉണ്ടാകത്തുള്ളൂ, ആ റൂം അവർക്ക് കൊടുക്കും. അടുത്ത ആൾ കല്യാണം കഴിക്കുമ്പോൾ ഇവർ പുറത്ത് മാറും, അവർക്ക് ആ റൂം കൊടുക്കും. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് എന്താ പറയുക, കൺട്രോൾഡ് ആയിട്ട് അവരുടെ ജീവിതം അവർ മുന്നിൽ കൊണ്ടുപോകും. അതുകൊണ്ട് അവർക്ക് മെറ്റീരിയലി വലിയ പ്രശ്നമില്ല, അസുഖമില്ല, പ്രശ്നങ്ങളില്ല, പ്രയാസമില്ല, വീട്ടിൽ അടിയും ബഹളവും ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് അവർ ഭഗവാനെ ആശ്രയിച്ച് തന്നെ ജീവിതം കൊണ്ടുപോയി. പിന്നെ എല്ലാ തരത്തിലും ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നാലും എല്ലാവർക്കും സമാധാനം എന്ന് പറയുന്ന കാര്യമേ അവർക്കില്ല. വിഷമം മാത്രമേ ഉള്ളൂ. വീട്ടിൽ തമ്മിൽ ആൾക്കാർ സംസാരിക്കില്ല, കാണില്ല. അഥവാ കഴിക്കാൻ ഒന്നിച്ചിരുന്നാൽ പോലും മുഖത്തിന് നോക്കാതെ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അവർക്ക് സമാധാനം എന്ന കാര്യം മൊത്തത്തിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് കൃഷ്ണാവബോധം ഇല്ലാത്ത വ്യക്തിക്ക് ഇതൊന്നും കിട്ടില്ല. ഇവിടെ ലൗല്യം എന്ന് പറയാൻ രണ്ട് കാരണം ഉണ്ടായിരുന്നു. എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഷ്ണവ ഡിവോട്ടീസിനെ, ഭക്തന്മാരെ നിന്ദിക്കുന്നവര് അവരെന്താണ്, അവരെ ലൗല്യം, അവര് അത്യാഗ്രഹികളാണ്. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ മായാവാദികൾ എന്താ വെച്ചാൽ ഭക്തന്മാരെന്ന് പറഞ്ഞ നിസ്സാരമായ ആൾക്കാരാണ്. എന്താണ് അവർക്ക് അവരൊന്നും വലിയ വിദ്യാഭ്യാസം ഇല്ലാതെ ചെറിയ ഭഗവാനെ സേവിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് പറയും. യഥാർത്ഥത്തിൽ ഭക്തന്മാരാണ് ഗ്രേറ്റ്. കാരണം അവര് വെളുപ്പാരാവിലെ എണീറ്റ് നാമം ജപിക്കുന്നുണ്ട്, ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്, ഡെയിലി 2 മണിക്കൂർ നാമം ജപിക്കുന്നുണ്ട്, ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്, ഡെയിലി ഭഗവാനെ കുറിച്ച് കീർത്തിക്കുന്നുണ്ട്, പ്രസാദം മാത്രം കഴിക്കുന്നുണ്ട്, വേറെ ഒന്നും കഴിക്കില്ല, ഭഗവാന്റെ നാമം മാത്രം പ്രചരണം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ്. ഈ വേദാന്തികള് എന്തോ ഞങ്ങൾ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് നാമം ജപിക്കില്ല, സാധനയില്ല അവർക്ക്. പിന്നെ എന്താ പറയാ, എവിടെ പോയാലും ചായ കാപ്പി എല്ലാം കുടിക്കും. നമ്മൾ റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട്, അവർ റെഗുലേറ്റീവ് ചായ കാഫിയൊക്കെ കുടിക്കും. പിന്നെ ഏകാദശി വ്രതം അനുഷ്ഠിക്കില്ല. അപ്പോ അവരെന്താ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ കുറ്റവും പറയുന്നു, ഭക്തന്മാരെ. അത് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് അഫൻസ് ആണ് ചെയ്യുന്നത്. ഇനി അവർക്ക് ആഗ്രഹമുണ്ട്. എന്തൊക്കെയാണ് ആഗ്രഹം? ഭൗതിക ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ബുദ്ധികാമി എന്ന് പറയുന്നത്. ഇനി മുക്തികാമി, അവർക്ക് മോക്ഷം കിട്ടണം എന്നാണ് ആഗ്രഹിച്ചുകൊണ്ട്. ഭക്തന്മാരങ്ങനെ ആഗ്രഹിക്കില്ല. ഭക്തന്മാര് ഭഗവാനെ സേവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മോക്ഷം കിട്ടി ഭഗവാന്റെ ലോകത്ത് പോയാൽ പിന്നെ ഭഗവാനെ നമ്മൾ ക്ലാസ് എടുക്കില്ല, ഭഗവാനെ സേവിക്കാനാണ് പോകുന്നത്. ഇവിടെ എല്ലാ ശാസ്ത്രവും പഠിച്ചു തീർത്തിട്ട് നമ്മൾ വലിയ പണ്ഡിതനായി വേദാന്തിയായി എന്നിട്ട് ഭഗവാന്റെ ലോകത്ത് പോയി അവിടെയുള്ള ഭക്തന്മാരെ പഠിപ്പിക്കാനാണ് പോകുന്നത്? അല്ല. ഭഗവാനെ പഠിപ്പിക്കാനാണ് പോകുന്നത്? അല്ല. എന്താ ചെയ്യുന്നത്? ഇതെല്ലാം പഠിച്ചിട്ട് ഭഗവാന്റെ സേവകനാണ് പോകുന്നത്. അപ്പൊ അത് ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട് ഭക്തന്മാര്, പക്ഷെ മായാവതി ചെയ്യുന്നില്ല. അതുകൊണ്ട് അവർ മുക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി ഭൗതിക ലോകത്തിൽ നിന്ന്. ഭക്തന്മാർ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. രക്ഷപ്പെട്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്നില്ല. എവിടെ ഇരുന്നാലും ഭഗവാനെ സേവിച്ചാൽ മതി എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ രക്ഷപ്പെട്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുക്തികാമി എന്ന് പറയും. അപ്പം ബുദ്ധികാമി, മുക്തികാമി, സിദ്ധികാമി. ഇനി അവർ സിദ്ധി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ വെള്ളത്തിന്റെ പുറത്ത് നടക്കുക, ആകാശത്തിൽ നടക്കുക, വലിയ പണ്ഡിതനായിട്ട് നടക്കുക, ഇങ്ങനെ സിദ്ധികാമി. ഈ മൂന്ന്, ഇതെല്ലാം എന്താ പറയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൗല്യത്തിന്റെ ഒരു എക്സാമ്പിളാണ്. ലൗല്യം എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഡിവോഷണൽ സർവീസിൽ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാകും, പ്രോബ്ലംസ് ഉണ്ടാകും. പക്ഷെ അതിൽ കൃഷ്ണാവബോധത്തിൽ കൂടെ അത് മാറ്റാൻ പറ്റും. അല്ലാതെ ഡിസയർ വെച്ചുകൊണ്ട് ആ ഡിസയറെ തന്നെ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന സേവനം അത് ശരിയായ സേവനമല്ല പറയുന്നത്. അപ്പോ ഇവിടെ ഒരു എക്സാമ്പിൾ എന്താ പറയാ, രൂപഗോസ്വാമി പറയുന്നുണ്ട്. ചിലപ്പോ ക്യാപിറ്റലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ഇവര് രണ്ടുപേരുണ്ട്. അപ്പോൾ ഇവ ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്താ ചെയ്യുന്ന വെച്ചാൽ ക്യാപിറ്റലിസ്റ്റ് മുതലാളിമാരുടെ കയ്യിൽ നിന്ന് കാശുകൾ വാങ്ങിച്ച്, അവർ കുറെ കാശ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ലാൻഡ് ലോഡായിട്ടിരിപ്പുണ്ട്. അവരുടെ ബിസിനസ്സിൽ കൂടെ അല്ലെങ്കിൽ വസ്തുക്കൾ അപകരിച്ചുകൊണ്ടോ എങ്ങനെയോ വലിയ പൈസക്കാരനായിട്ട് കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പൈസ ജനങ്ങൾക്കുള്ളതാണ് എന്ന്, എല്ലാവർക്കും തുല്യമാണ് എന്ന് ആര് വിചാരിക്കുന്നു? കമ്മ്യൂണിസ്റ്റുകാർ വിചാരിക്കുന്നു. എന്നിട്ട് അവരെന്താ ചെയ്യുന്ന വെച്ചാൽ അവരെ ഇന്ന് പൈസ പിടിച്ച് മേടിച്ച്, അല്ലെങ്കിൽ അവരെ ഇന്ന് അവരുടെ ഭരണത്തിനെ മാറ്റിയിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ടുവന്ന് എല്ലാവർക്കും തുല്യത ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ പൈസയെല്ലാം എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, എല്ലാവർക്കും കൊടുക്കും. പക്ഷെ രണ്ടുപേരും ചെയ്യുന്നത് തെറ്റാണ്. കാരണം ഈ പൈസ, ഈ സമ്പത്ത് എന്ന് പറയുന്നത് ആരുടെയാണ്? അത് ഭഗവാന്റെ ആണെന്ന് രണ്ടുപേരും മനസ്സിലാക്കില്ല. ക്യാപിറ്റലിസ്റ്റും മനസ്സിലാക്കിയില്ല, മുതലാളിമാരും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അവർ സ്വയം യൂസ് ചെയ്യുന്നു, അവരുടെ കുടുംബത്തിന് യൂസ് ചെയ്യുന്നു, ഇങ്ങനെ കുറെ പേര് യൂസ് ചെയ്തുകൊണ്ടിരുന്നു.
കമ്മ്യൂണിസ്റ്റുകാരെന്താ ചെയ്യുന്നു? അതെല്ലാം പിടിച്ചു മേടിച്ച് പൊതുജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അവരെല്ലാം യൂസ് ചെയ്യുന്നു. അപ്പൊ അവരും എന്താ ചെയ്യുന്നത്? തിരിച്ചും അവരും ഭൗതികമായ സുഖമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് 2 ഭരണം വന്നാലും ശരി തന്നെ ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ ആര് ഭരിക്കണം? ഭക്തന്മാര് ഭരിക്കണം എന്ന് പറയുന്നു. അപ്പൊ പരീക്ഷിത് മഹാരാജിന്റെ ഭരണകാലത്ത് അദ്ദേഹം യുധിഷ്ഠിര മഹാരാജ് ഭരണം ആർക്ക് കൊടുത്തു? പരീക്ഷിത് മഹാരാജിന് കൊടുത്തപ്പോ അദ്ദേഹം അശ്വമേധ യജ്ഞം ചെയ്തു. അപ്പൊ ഇങ്ങനെ ഓരോ കുതിര ഇങ്ങനെ പോകുന്ന സ്ഥലത്തെല്ലാം രാജ്യങ്ങൾ ഇങ്ങനെ കൈയടക്കി വരും. ആക്ച്വലി പരീക്ഷിത് മഹാരാജ് വലിയ യുദ്ധമൊന്നും ചെയ്തില്ല. പരീക്ഷിത് മഹാരാജിന്റെ കുതിര പോകുന്നപ്പോ തന്നെ ഇമീഡിയറ്റ് ആയിട്ട് എല്ലാവരും കൊണ്ടുവന്ന് വോളണ്ടറി ഇങ്ങോട്ട് കൊണ്ടുവന്ന് സറണ്ടർ ചെയ്യും. അവരുടെ എല്ലാ സമ്പത്തും അവരുടെ കിരീടം വരെ ആർക്ക് കാൽക്കീഴിൽ കൊണ്ടുവച്ചു? പരീക്ഷിത് മഹാരാജ്. എന്നിട്ട് പോകുന്ന വഴിക്കെല്ലാം ചോദിച്ചു, ഞങ്ങൾ പാണ്ഡവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അത്രയും ഗ്രേറ്റ് ആയിട്ടാണ് യുധിഷ്ഠിര മഹാരാജിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുമാത്രമല്ല അങ്ങയെക്കുറിച്ചും കേട്ടിട്ടുണ്ട്, അങ്ങ് ജനിച്ചപ്പോൾ തന്നെ ഭഗവാന്റെ ഭക്തനായിട്ടാണ് ജനിച്ചത്, ഭഗവാനെ ദർശനം എടുത്തിട്ടുണ്ട് എന്നെല്ലാം കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. കുടുംബത്തിനെ കുറിച്ച് അവർ ഗ്ലോറിഫൈ ചെയ്തു, പരീക്ഷിത് മഹാരാജിനെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്തു. അതുകൊണ്ട് അങ്ങയെ ഞങ്ങൾ സേവിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ താഴെ രാജ്യം കൊടുത്തു അവര്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ, ഒരു ഭക്തനാകുമ്പോ അവർക്ക് എല്ലാവർക്കും മനസ്സിലായി ഈ രാജാവ് ബെസ്റ്റ് രാജാവാണ്, ഇദ്ദേഹത്തിന്റെ താഴെയാണ് നമ്മൾ രാജ്യം ഭരിക്കുമെങ്കിൽ എല്ലാവർക്കും കൃഷ്ണാവബോധം കിട്ടും എന്നാര് മനസ്സിലാക്കി? ഈ ജനങ്ങൾ മനസ്സിലാക്കി. അതുപോലെ ആയിരിക്കണം ഭരണം. അല്ലാതെ ഒരു ക്യാപിറ്റലിസ്റ്റ് ആയിരുന്നാലും ശരി തന്നെ അയാൾ ചെയ്യാൻ പോകുന്ന അതായത് ഇവിടെ പറയുന്ന ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ചം ജഗത്യം ജഗത്, ഈ ലോകത്തുള്ളതെല്ലാം ആരുടെയാണ്? ഭഗവാന്റെയാണ്. ഓക്കെ, ഈ ലോകത്തുള്ളതെല്ലാം ഭഗവാന്റേതാണെങ്കിൽ അതിന്ന് ആരെടുത്താലും ശരി തന്നെ അവരെന്താണ്? കള്ളന്മാരാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, അല്ല ഞാൻ ജോലി ചെയ്ത് കാശുണ്ടാക്കിയത്, ഞാൻ കഷ്ടപ്പെട്ടിട്ട് ജോലി ചെയ്ത് കാശുണ്ടാക്കി ഒരുപാട് സമ്പത്ത് ചേർത്തു, അത് ഞാൻ എങ്ങനെ കള്ളനാകും എന്ന് ചോദിക്കും. പക്ഷെ ഇതിന്റെ ഉടമസ്ഥൻ നമ്മളല്ല, ഈ ശരീരത്തിന്റെ ഉടമസ്ഥൻ നമ്മളല്ല, ഈ വസ്തുക്കളുടെയൊക്കെ ഉടമസ്ഥൻ നമ്മളല്ല. ഈശാവാസ്യം ഇതം സർവം, എല്ലാം ഭഗവാന്റെ ആണ്. യത്കിഞ്ചാം ജഗത്യാം ജഗത്തേന തെക്തേന പുഞ്ചിത മാകൃത കശ്യസ്വിധനം. അതായത് അതിൽ നമുക്ക് എന്താണോ ഒതുക്കിയിരിക്കുന്നത് അത് മാത്രമേ എടുക്കാവൂ, ബാക്കിയുള്ള എല്ലാം മറ്റുള്ളവന്റെ സ്വിധനം, മറ്റുള്ളവന്റെ ധനമാണെന്ന് പറഞ്ഞിട്ട് അതിനെ റിജക്റ്റ് ചെയ്യണം എന്നാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യില്ല. നമ്മൾ പിന്നെയും കഷ്ടപ്പെട്ട് കാശ് ചേർത്തുകൊണ്ട്, ഇപ്പൊ ഒരു കള്ളം എന്ന് പറയാണ്, ഞാൻ അങ്ങനെ കഷ്ടപ്പെടാതെ എല്ലാ കാശ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ സത്യമാണ്. ആള് രാത്രി ഉറക്കം എണീറ്റിരുന്ന് ഒരുപാട് സമയം റോഡിൽ ഉറക്കം എണീറ്റിരുന്ന് ഇയാളെല്ലാം മറ്റു വീട്ടിലുള്ള ആൾക്കാരെല്ലാം ഉറങ്ങും വരെ കാത്തിരുന്ന്, അതിനുശേഷം വീട്ടിനകത്ത് മതിലൊക്കെ കയറി, തെങ്ങിന്റെ മേലേക്ക് കയറി, അവിടെ വീട് പൊളിച്ച് ഒരുപാട് ജോലി ചെയ്യാണ്. എന്നിട്ട് അനക്കമില്ലാതെ പോയി കതക് തുറന്ന് ഇത്രയും പൈസ എടുത്തിട്ട് വന്ന് മോഷ്ടിച്ചു കൊണ്ടുവച്ചു. എന്നിട്ട് അയാൾ ഞാൻ കഷ്ടപ്പെടാതെ ഒന്നും ഉണ്ടാക്കിയില്ല, ഞാൻ കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അയാൾ കഷ്ടപ്പെട്ടു, തപസ്സെടുക്കും പോലെ 4 ദിവസം വന്നിരുന്ന് അവിടെ കാത്തിരുന്ന് ഉറക്കം ഒഴിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പിന്നെയാണ് ഈ മോഷ്ടിച്ചത്. കഷ്ടപ്പെട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ രണ്ടുപേരും ചെയ്തത് ഒന്ന് തന്നെയാണ്. ഒരാൾ ഭഗവാന്റെ നിന്ന് മോഷ്ടിച്ചു, ആ മോഷ്ടിച്ച വ്യക്തിയുടെ നിന്ന് വേറൊരാൾ മോഷ്ടിച്ചു. അപ്പൊ രണ്ടും കള്ളന്മാര് തന്നെ. ഏതനുസരിച്ച്? ശാസ്ത്രം അനുസരിച്ച്. അപ്പോ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ കൃഷ്ണാവബോധത്തിൽ ജീവിക്കണം എന്നുള്ളതാണ് ഇവിടെ സത്യം. എന്നാൽ മോഷ്ടിച്ച വ്യക്തി അതിനെ ഭഗവാനാണ് കൊണ്ട് കൊടുത്തെങ്കിൽ അയാൾ പെർഫെക്റ്റ് ആയി. കാശ് ഉണ്ടാക്കിയ വ്യക്തി, കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കാശുണ്ടാക്കിയ വ്യക്തി ഭഗവത് സേവനത്തിലാണ് അവർ ജീവിക്കുമെങ്കിൽ അവരും പെർഫെക്റ്റ് ആയി. അപ്പൊ എങ്ങനെ ജീവിക്കണം ഉണ്ടാക്കിയ കാശ് വെച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ കൃഷ്ണാവബോധത്തിൽ തന്നെ ആയിരിക്കണം. നാമജപം, പ്രസാദം കഴിക്കുക, പ്രസാദം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അമ്പല ദർശനം എടുക്കുക, അമ്പലത്തിൽ ഒരാൾക്ക് വഴി കാണിച്ചു കൊടുക്കുക, മറ്റൊരാൾക്ക് ഇങ്ങനെ കൃഷ്ണാവബോധത്തിലെ സ്ക്രിപ്ചേഴ്സ്, ഭഗവത്ഗീത ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഭഗവത്ഗീത പഠിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് ജീവിക്കുമെങ്കിൽ ആ വ്യക്തി പെർഫെക്റ്റ് ആണ്. ഈ ലൈഫ് ടൈം തന്നെ അവർക്ക് എവിടെ എത്താൻ പറ്റും? ഭഗവാനിൽ എത്താൻ പറ്റും. അല്ല, ഫുള്ളി ഉണ്ടാക്കിയിട്ട് ഫുള്ളി ഇന്ദ്രിയ സുഖത്തിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരും കള്ളന്മാരും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഈ പ്രിൻസിപ്പിളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇനി ഇവിടെ പറയാണ്, പ്രഭുപാദ ഒരു എക്സാമ്പിൾ പറയാണ്, ഒരു 100 രൂപ പറയി കിടക്കുകയാണ്. അത് ഒരാൾക്ക് കിട്ടി, ഒരാൾ കണ്ടിട്ട് അയാൾ എടുത്തില്ല, എന്റെ പൈസയല്ല എന്ന് പറഞ്ഞിട്ട് എടുക്കാതെ അങ്ങ് പോയി.
ഇനി ഒരാള് ആ 100 രൂപ കണ്ടു, അതിനെ എടുത്തിട്ട് 100 രൂപ കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴി ജ്യൂസ് കുടിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു അയാൾ എടുത്തു. കാരണം അയാളുടെ പൈസയല്ല, കടയിൽ നിന്ന് കിട്ടിയതാണ്, അയാളെടുത്ത് യൂസ് ചെയ്തു. അപ്പോൾ ഒരാൾ യൂസ് ചെയ്തു, ഒരാൾ യൂസ് ചെയ്യാതെ ഇത് എന്റേതല്ല എന്ന് പറഞ്ഞിട്ട് എടുക്കാതെ പോയി. ഇനി ഒരാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ പൈസ എടുത്ത് അതിന്റെ ഉടമസ്ഥന്റെ കയ്യിൽ കൊണ്ടുപോകും. ഇതിൽ ബെസ്റ്റ് വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ഉടമസ്ഥന്റെ കയ്യിൽ കൊണ്ട് കൊടുത്ത വ്യക്തിയാണ്. ഇനി എടുത്ത് സ്വന്തമായിട്ട് യൂസ് ചെയ്താൽ അയാൾ മോഷണമാണ് ചെയ്തത്. എവിടെ ഒരു സാധനം കിട്ടി, ആ സാധനം അയാൾക്ക് അർഹതപ്പെട്ടതല്ല, അയാളുടെ അടുത്ത് യൂസ് ചെയ്തു, അപ്പൊ അയാൾ കള്ളനാണ്. ഇനി രണ്ടാമത്തെ ആൾ കണ്ടിട്ട് കാണാതെ പോയി, ഒരു പൈസ കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു, അയാളും തെറ്റാണ് ചെയ്തത്. കാരണം അത് നശിച്ചു പോകും. ആ വസ്തു ഈശ്വരൻ്റെതാണ്, അത് ഭഗവാനുള്ളതാണ്. അതിനെ കാണാതെ പോയാൽ അത് തെറ്റാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെയാണ്, നിങ്ങൾ തമോ ഗുണത്തിലിരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ എടുത്ത് കറക്റ്റായിട്ട് ഓണറിന്റെ കയ്യിൽ കൊടുക്കുക. അതായത് പ്രകൃതിയിലുള്ള കാര്യങ്ങളെ ഭഗവാന് കൊടുക്കാതെ യൂസ് ചെയ്താൽ ഫസ്റ്റ് ഉള്ള വ്യക്തി പോലെയാണ് നമ്മൾ. എന്താണ്? കള്ളന്മാരാണ്, നമ്മൾ മാത്രമായിട്ട് യൂസ് ചെയ്യും. സെക്കൻഡ്, പ്രകൃതിയിലുള്ള കാര്യങ്ങളെ കാണാതെ പോയി നമ്മൾ എന്താണ് എന്ന് വെച്ചാൽ രണ്ടാമത്തെ വ്യക്തിയെ പോലെയാണ്. അതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞുകൂടാ. മൂന്നാമത്തെ ആള് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ള കാര്യത്തിനെ ഭഗവാൻ അങ്ങ് കൊടുത്തു, ഓണറിന് തന്നെ തിരിച്ചു കൊടുത്തു. അപ്പോൾ ആ വ്യക്തി പെർഫെക്റ്റ് വ്യക്തിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി അതാണ് ഇവിടെ പറയുന്നത്, സിമ്പിൾ ലിവിങ് ഹൈ തിങ്കിങ് എന്നുള്ളതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. എന്താണ്? സിമ്പിളായിട്ട് ജീവിക്കുക. ഓക്കെ, ഈ എല്ലാ പൈസയും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല, എൻജോയ് ചെയ്യാനും പറ്റില്ല. നമുക്ക് എൻജോയ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല. അഥവാ ഞാൻ ഉണ്ടാക്കിയത് കംപ്ലീറ്റ് ഞാൻ തന്നെ അനുഭവിച്ച് തീർക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് അനുഭവിച്ച് തീർക്കാനും പറ്റില്ല. അതിൻ്റെ ഉള്ള കപ്പാസിറ്റി ഇല്ല, ഇന്ദ്രിയങ്ങൾക്കൊന്നും കപ്പാസിറ്റി ഇല്ല. ഇനി ഞാൻ മുഴുവൻ ഈ ലൈഫ് ടൈം തിന്ന് തീർത്ത് അങ്ങ് എൻജോയ് ചെയ്യാൻ പോകുന്നു വെച്ചാൽ നമുക്ക് അങ്ങനെ തിന്നാൽ 5-ാമത്തെ ദിവസം ഹോസ്പിറ്റലായി, വേറെ അസുഖങ്ങൾ വന്ന് ചത്തും പോകുന്നു. അപ്പൊ അങ്ങനെ കഴിക്കാനും പറ്റില്ല നമുക്ക്. അല്ല ഉറങ്ങി തീർക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഉറങ്ങി തീർക്കാനും പറ്റില്ല. നമുക്ക് ഒരു ലിമിറ്റിനപ്പുറം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറക്കം വരില്ല, പിന്നെ കിടന്ന് ഉരുണ്ട് അങ്ങനെ കിടന്ന് ബഹളം ആൾക്കാർ. അപ്പൊ അങ്ങനെയും ഉറങ്ങാനും പറ്റില്ല. ശരി, ഞാൻ സിനിമ കണ്ടു തീർക്കാം എൻ്റെ ജീവിതം വെച്ചാൽ സിനിമ കാണാനും പറ്റില്ല, കണ്ണടിച്ചു പോകും. ഇതൊന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. എൻജോയ് ചെയ്യാൻ ഒരാളെ ഉള്ളൂ, ഭോക്താരാം യജ്ഞതപസാം സർവ്വലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി. ഭോക്താരാം, യജ്ഞത്തിന്റെയും തപസ്സിന്റെയും എല്ലാം ഭോക്താവ് ആരാണ്? ഭഗവാൻ തന്നെ. അദ്ദേഹത്തിന് മാത്രമേ എൻജോയ് ചെയ്യാൻ പറ്റൂ, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സിമ്പിളായിട്ട് ആവശ്യത്തിന് യൂസ് ചെയ്തുകൊണ്ട് യുക്താഹാര എന്ന് പറയുന്ന പോലെ ആഹാരമെല്ലാം യുക്തമായിട്ട്, ആവശ്യത്തിന് ആഹാരം കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, ആവശ്യത്തിന് കാര്യങ്ങൾ ചെയ്യുക, ഇതെല്ലാം ചെയ്ത് ഒരു മിതമായിട്ട് കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? പെർഫെക്റ്റ്. എങ്ങനെ കൺട്രോൾ? അങ്ങനെ കൺട്രോളിൽ പോയത് കൊണ്ടും കാര്യമില്ല, കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്താൽ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സിമ്പിൾ ലിവിങ് ഹൈ തിങ്കിങ്. ഹൈ തിങ്കിങ് എന്ന് പറഞ്ഞാൽ മൃഗത്തിനെ പോലെ എന്താ പറയുക, എവിടെ താമസിക്കാം, എവിടെ കിടക്കാം, എവിടെ ഉറങ്ങാം, എവിടെ കഴിക്കാം, ഇതെല്ലാം നമ്മുടെ തിങ്കിങ്. ഭഗവാനിലോട്ട് എങ്ങനെ എത്താം, ഈ ജന്മം എങ്ങനെ ഭഗവത് സേവനം ചെയ്യാം, എത്ര ജന്മം എടുത്താലും എങ്ങനെ ഭഗവാനെ സേവിക്കാൻ സാധിക്കും അതിനുള്ള ഹൈ തിങ്കിങ്. ഭഗവത് കാര്യങ്ങൾ എങ്ങനെ പഠിക്കാം, ഭക്തന്മാരുമായിട്ട് എങ്ങനെ അസോസിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമെല്ലാം ചെയ്യുന്നതാണ് ഹൈ തിങ്കിങ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഒരു 2 പാരഗ്രാഫ് ആരെങ്കിലും ഒന്ന് വായിക്കാവോ? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. 30ാമത്തെ പേജിലെയാണോ? ഹരേ കൃഷ്ണ പ്രഭു. മാതാജി വായിച്ചോളൂ. മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ശ്രീല രൂപ ഗോസ്വാമി അതല്ലേ? അതല്ലേ പ്രഭു വായിക്കണ്ടേ? ശ്രീല രൂപ ഗോസ്വാമി പറഞ്ഞിട്ടുള്ള അത്യാഹാരം തുടങ്ങിയ മൗലിക ദോഷങ്ങളെ മനുഷ്യ സമൂഹം ഉപയോഗിച്ചാൽ മനുഷ്യരും മൃഗങ്ങളും തമ്മിലും കാപ്പിറ്റലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലും മറ്റുമുള്ള ശത്രുതകളെല്ലാം നിലയ്ക്കുന്നതാണ്. മാത്രമല്ല സാമ്പത്തികവും രാഷ്ട്രീയവുമായ എല്ലാ ദുർവ്യവസ്ഥകളും അസ്ഥിരതയും അപ്പാടെ ദുരീകൃതമായി തീരുകയും ചെയ്യും. കൃഷ്ണാവബോധ പ്രസ്ഥാനം ശാസ്ത്രീയമായി നൽകിക്കൊണ്ടിരിക്കുന്ന സമുചിതമായ ആത്മീയ വിജ്ഞാനം കൊണ്ടും പരിശീലനം കൊണ്ടും മനുഷ്യനിൽ ശുദ്ധമായ അവബോധം ഉന്നിദ്രമാകാതിരിക്കുകയില്ല. ഈ ഭൂമിയിൽ ശാന്തമായ പരിതസ്ഥിതി സാധ്യമാകുന്നതിന് സഹായകമായ രീതിയിൽ
ആത്മീയതയുടെ ആധാരത്തിൽ കെട്ടിപ്പടുത്ത ഒരു സമൂഹത്തെ കൃഷ്ണാവബോധത്തിന് സൃഷ്ടിക്കുവാൻ സാധിക്കും. ബുദ്ധിയുള്ള ഓരോ മനുഷ്യനും തൻ്റെ ബോധത്തെ ശുദ്ധീകരിച്ച് മുമ്പ് പ്രതിപാദിക്കപ്പെട്ട 6 ഭക്തിമാർഗ പ്രതിബന്ധങ്ങളെയും തട്ടി നീക്കേണ്ടതാണ്. അതിനുവേണ്ടി കൃഷ്ണാവബോധ പ്രസ്ഥാനത്തെ പൂർണ്ണ മനസ്സോടെ ശരണം പ്രാപിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പഠിപ്പിച്ചതിൽ ഈ ശ്ലോകത്തിലോ എന്തെങ്കിലും സംശയമുണ്ടോ? അല്ലെങ്കിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലെങ്കിൽ മനസ്സിലാകാത്ത ഏതെങ്കിലും ഭാഗങ്ങളുണ്ടോ? ഓക്കെ, മനസ്സിലായെങ്കിൽ ഹരേ കൃഷ്ണ പ്രഭുജി. സാരപ്രണ. ഹരേ കൃഷ്ണ. പറയൂ. ഈ ശ്ലോകത്തിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാം പ്രഭുജി. പിന്നെ ഇത് യൂട്യൂബിലും കിട്ടുമോ? പിന്നെ നമുക്ക് കേൾക്കണം, ഒന്നും കൂടി കേൾക്കണം തോന്നിയാല് യൂട്യൂബിലും കിട്ടുമോ പ്രഭുജി? ഹരേ കൃഷ്ണ. റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മാതാജി ഇടുന്നുണ്ടോ യൂട്യൂബില്? ഇടാം പ്രഭുജി, ഇടാറുണ്ട്. എനിക്കറിയില്ല. ഓക്കെ, ഹരേ കൃഷ്ണ. സംശയങ്ങളുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറയൂ. ഇപ്പൊ വായിച്ച പാരഗ്രാഫ് തെറ്റിയിട്ടാണോ വായിച്ചെന്നൊരു സംശയിക്ക്. ഇല്ല, ഞാൻ സ്കിപ്പ് ചെയ്താ പോയത്. എല്ലാം വായിച്ചില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അങ്ങനെയാണ്. കാരണം കംപ്ലീറ്റ് വായിച്ച ചിലപ്പോൾ തീരില്ല. ഇഷ്ടമുള്ളത് മാത്രം വായിച്ചിട്ട് ബാക്കി നേരത്തെ വെച്ച മാതാജി വായിച്ചു വെച്ച പാരഗ്രാഫിന്റെ അവിടെ നിന്നല്ല തുടങ്ങിയത്. അതാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കയറിയത്. അതാണ് മനസ്സിലാവാൻ. നേരത്തെ മാതാജി വായിച്ചു വെച്ചില്ലേ ഇതിന് മുമ്പത്തെ പാരഗ്രാഫ്? ആരെങ്കിലും ഒരു 3 പേര് ആദ്യത്തെ കാര്യം അത്യാഹാര പ്രയാസ പ്രചൽപ അതിനെ കുറിച്ച് പറയാവോ? മനസ്സിലായത്? അത്യാഹാര എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ ഒരാൾ പറയാം അത്യാഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? മിതമായി ആഹാരം കഴിക്കുന്നു, മിതമായി സമ്പാദിക്കുന്നു. അതിനെ കുറിച്ച് എന്താണ് ഇതിൽ മനസ്സിലായത് പറഞ്ഞാൽ വേറെ. ഭക്തിയിൽ പുരോഗമിക്കാതിരിക്കാൻ പറ്റുന്ന ഒരു 6 കാര്യങ്ങളാണ് പറഞ്ഞത്. ഭക്തിയിൽ തടസ്സമുണ്ടാക്കുന്ന ഈ 6 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഭക്തിക്ക് എന്തുണ്ടാവും? തടസ്സങ്ങളുണ്ടാവും. ഭക്തി പുരോഗതി ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതില് ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാഹാരമാണെന്നാണ് പറഞ്ഞത്. അത് എന്താണ്? ആവശ്യത്തിനധികം കഴിക്കുക, ആവശ്യത്തിനധികം സമ്പാദിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ആവശ്യത്തിനധികം കഴിച്ചാൽ എന്ത് സംഭവിക്കും? രോഗങ്ങളും വരും. നമുക്ക് കൃഷ്ണാവബോധം തീരെ ഉണ്ടാവില്ല. ഹരേ കൃഷ്ണ. അസുഖങ്ങൾ വരും അല്ലെ? ആവശ്യത്തിനധികം സമ്പാദിച്ചാൽ എന്ത് സംഭവിക്കും? അധികം സമ്പാദിച്ചാൽ നമുക്കത് ആസ്പത്രിയിൽ പോവാ, വേറെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. നമ്മൾക്ക് ഒരു കാര്യത്തിന് ഭക്തി കിട്ടൂല പ്രഭുജി. ഹരേ കൃഷ്ണ. ഭക്തി അതിനോട് അറ്റാച്ച്മെന്റ് കൂടുതലുണ്ടാകും നമ്മൾക്ക്. നമ്മൾക്ക് അതിനോടുള്ള അറ്റാച്ച്മെന്റ് കൂടുതലായിട്ടുണ്ടാവും. നമുക്ക് കൃഷ്ണാവബോധത്തിലേക്കുള്ള യാത്രയ്ക്ക് വേറെന്ത് സംഭവിക്കാം? അതെല്ലാം അനുഭവിച്ച് തീർക്കാനും പറ്റില്ല. അനുഭവിക്കാൻ പറ്റില്ല ഒരാൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സമ്പാദിച്ചാൽ. ശരി, ആവശ്യത്തിന് കൂടുതൽ സമ്പാദിച്ചാൽ അനുഭവിച്ച് തീർക്കാൻ പറ്റില്ല. അറ്റാച്ച്മെന്റ് ഉണ്ടാവും. എന്റേതാണ്, ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് ഉണ്ടാവും. വേറെന്തൊക്കെ ഉണ്ടാകും? നമുക്ക് മറ്റുള്ളവർക്ക് അധ്വാനം കൂടുമ്പോ നമുക്ക് ക്ഷീണം കൊണ്ട് നമ്മള് കൃഷ്ണാവബോധത്തിന് പ്രാർത്ഥിക്കാതിരിക്കും, അതിലേക്കൊന്നും വരാതിരിക്കും. ശരി, അഹങ്കാരം ഉണ്ടാകുമോ കാശ് കൂടിയ? അഹങ്കാരം ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉണ്ടാകും. ഹരേ അഹങ്കാരം ഉണ്ടാകും അല്ലേ? അപ്പോ ഇതെല്ലാം ഭക്തിയെ നശിപ്പിക്കുന്നതല്ലേ?
കാരണം നമ്മുടെ കയ്യിൽ ഒരുപാട് കാശ് ഉണ്ടാകുമ്പോൾ നമ്മൾ തോന്നും ഞാൻ അവൻ കേൾക്കേണ്ട ആവശ്യം എന്താണ്, ഞാൻ പറയുന്നത് അവര് കേട്ടാൽ എന്ന് തോന്നും. കാരണം എന്തുകൊണ്ടാണ്, ഞാൻ എന്തോ അവരുടെക്കാൾ മേലെയാണ് എന്ന് തോന്നും. പക്ഷെ ഭക്തന്മാർ അങ്ങനെയാണോ എല്ലാവരെയും ട്രീറ്റ് ചെയ്യുക? നല്ല ഭക്തന്മാര് തുടക്കക്കാരുണ്ട്, മധ്യമത്തിലുള്ളവരുണ്ട്, ഉത്തമധികാരിയുണ്ട്, ഏറ്റവും ടോപ്പ് ലെവലിലുണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്ത പെരുമാറ്റം. അപ്പൊ ഒരു ഉത്തമാധികാരി എങ്ങനെയാ കാണുക? ഈ പൈസയെ കാണില്ല, അവരുടെ വിദ്യാഭ്യാസം കാണില്ല, അവരുടെ സൗന്ദര്യം കാണില്ല, ഇതൊന്നും കാണില്ല. അവരെന്ത് കാണും? ഭക്തിയുത സേവനം ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്ന് കാണും. അത് മാത്രം അവർ കാണും. ഭഗവാനുമായിട്ട് ഈ ഭക്തൻ എത്ര ഇടപെടും എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാടുണ്ടാവും. തുല്യമായിട്ട് എല്ലാരെയും പണ്ഡിത സമദർശന എന്ന് പറയുന്ന പോലെ ഒന്നും. അപ്പൊ ഇത് അത്യാഗ്രഹം. പ്രയാസ എന്ന് പറഞ്ഞാലോ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി ആവശ്യത്തിനധികം കാശ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ജോലി ചെയ്യുക, വെറുതെ ജോലി ചെയ്യുക. ഇവൻ ചിലര് പറയും, അതെ, ബുദ്ധിമുട്ടി സമ്പാദിക്കും. റിട്ടയർഡ് ആയാലും ശരി ജോലി ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ടോ? റിട്ടയർഡ് ആയിട്ട് അവർക്ക് പൈസക്ക് ആവശ്യമല്ല, പക്ഷെ പിന്നെ റിട്ടയർഡ് ആയിട്ടും ജോലി ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? പണി ചെയ്തുകൊണ്ടേയിരിക്കണം, സമ്പാദിച്ചു വെക്കുക, പണി ചെയ്തുകൊണ്ടേയിരിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരാഗ്രഹം. പ്രിൻസിപ്പൾ വെറുതെ ഇരിക്കരുത്. എൻ്റെ അടുത്ത് പറയും, നമ്മുടെ ഇസ്കോണിന്റെ ഒരു വെൽവിഷർ ഒരാളാണ്, ഒരുപാട് ഡിഗ്രി, വയസ്സായിട്ട് അവരുടെ ഒരു വിസിറ്റിംഗ് കാർഡ് കംപ്ലീറ്റ് ആയിട്ട് ഒരുപാട് 2-3 ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്, എന്തൊക്കെയോ ഫോറിനിൽ പോയി പഠിച്ചിട്ടുണ്ട്. കുറേ ഒരു വിസിറ്റിംഗ് കാർഡ് മൊത്തവും അദ്ദേഹത്തിന്റെ പേരിനേക്കാൾ ഡിഗ്രി മാത്രം ഉണ്ടാവും. നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് ഒരു വലിയൊരു കമ്പനിയിലെ വലിയ MD ആയിട്ട്, എന്താ പറയാ, മാനേജിങ് CEO ആയിട്ട് എന്തോ ഇരിക്കുകയാണ് പുള്ളി. വയസ്സായതിനു ശേഷം കമ്പനിക്കാർക്കും ഇവരെ ആവശ്യമുണ്ട്, ഇദ്ദേഹത്തിന് അത്ര ഇന്റലിജന്റ് ആണ്. പക്ഷെ കമ്പനിക്കാരും വെച്ചേക്കണം, ഇദ്ദേഹം പോകും. ചുമ്മാ ഇരിക്കാൻ പാടില്ല സ്വാമി, നമ്മൾ വെറുതെ എന്തിനായിരിക്കും ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ പറഞ്ഞു, ജോലി ചെയ്യുന്നതിന് ആവശ്യത്തിനില്ലല്ലോ പൈസയ്ക്ക് വേണ്ടിയൊന്നല്ല, എനിക്ക് പൈസ വേണ്ട, ഞാൻ ചുമ്മാ പോയി തന്നില്ലെങ്കിൽ ഞാൻ ചോദിക്കുകയില്ല, അവരായിട്ട് ഇങ്ങ് തരും, അതിങ്ങ് വാങ്ങിക്കും. പക്ഷെ അവരെന്ത് ചെയ്തിരിക്കണമായിരുന്നു ആ പകുതി ലൈഫില്? എന്നാൽ നമ്മൾ പറയണ ഇനിയുള്ള സമയത്ത് ഭാഗവതം വായിക്കും, അതാണ് ചെയ്യേണ്ടത്. അത് ഞാൻ വായിക്കാറുണ്ട്, അത് ഞാൻ ജപിക്കാറുണ്ട്, പക്ഷെ എന്നാലും ജോലി ചെയ്യും, അതാണ് എൻ്റെ ഇത് എന്ന് പറയും. പക്ഷെ അവർക്ക് ലക്ഷ്യം ബോധമില്ല. കഴുത എങ്ങനെയാണ് പണിയെടുത്തുകൊണ്ടേയിരിക്കും, എന്തിനാണ്? കുറച്ച് പുല്ലിന് വേണ്ടിയിട്ട്. അപ്പൊ അതുപോലെ അല്ല ജീവിക്കേണ്ടത്. കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യാനുള്ള ലക്ഷ്യം ഉണ്ടാവും. ഇതാണ് പ്രയാസം. പ്രചൽപ എന്ന് പറഞ്ഞാലോ, ആരെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കും? തവള കരയുന്നത് പോലെ ആവശ്യമില്ലാതെ സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് തവളയ്ക്ക് എന്ത് സംഭവിക്കും? പാമ്പിനെ വിളിച്ചു വരുത്തും, ശത്രുവിനെ വിളിച്ചു വരുത്തും, മരണം വിളിച്ചു വരുത്തും. നാമജപം ചെയ്താലോ, അപ്പോഴും മരണം സംഭവിക്കും, പക്ഷെ കൃഷ്ണന്റെ അടുത്ത് പോകും. ഈ മരണത്തിന് ഗുരുവിനും കിട്ടും നമുക്ക്, അതാണ് പ്രഭുജി ഏറ്റവും പ്രധാനമുള്ളത്. ഹരേ കൃഷ്ണ. ജനസംഘർഷ്യ അതെന്താണ്? അഭക്തന്മാരായിട്ട് കൂട്ടുകൂടുന്നത് നമ്മളില് ഭക്തി ഇല്ലാതെയാക്കും. ഓക്കെ, അടുത്തതോ? ലൗല്യം ച, ലാസ്റ്റ് പറഞ്ഞത് അത്യാഗ്രഹം. അത്യാഗ്രഹം എന്താണ്? ആവശ്യത്തിനധികം, എന്തൊരു കാര്യത്തിലും ആവശ്യത്തിനധികം എടുക്കുന്നതിനാണ് അത്യാഗ്രഹം. അതിന് നമ്മൾ പഠിച്ചു ബുദ്ധിഗാമി, സിദ്ധിഗാമി, മോക്ഷഗാമി എന്ന് മായാവാദത്തിലുള്ള കാര്യം പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ ഞാൻ വിട്ടു, നിയമാഗ്രഹം. നിയമാഗ്രഹം എന്ന് പറഞ്ഞാലോ, അമിതമായിട്ട് നിയമങ്ങളെ ഇതാക്കുക, അല്ലെങ്കിൽ തീരെ അനുസരിക്കാതിരിക്കുക. യമനിയമാദികള് ഒന്നുകില് നന്നായി തീരെ പാലിക്കാതിരിക്കുക, അല്ലെങ്കിൽ അമിതമായിട്ട് അത് മുറുകെ പിടിക്കുക. ശാസ്ത്രത്തിൽ പറയുന്ന നിയമങ്ങള് ഭൗതിക ആവശ്യത്തിനും ഫോളോ ചെയ്യാം,
ശാസ്ത്രത്തിൽ പറയുന്ന നിയമങ്ങൾ ആധ്യാത്മികത്തിന് വേണ്ടിയിട്ടും ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പം ആക്ച്വലി നിയമ അഗ്രഹ, നിയമ ആഗ്രഹ. നിയമ ആഗ്രഹ എന്ന് പറഞ്ഞാൽ കൃഷ്ണാവബോധത്തിന് വേണ്ടിയിട്ട് സ്വീകരിക്കുന്നത്. നിയമ ആഗ്രഹ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൃഷ്ണാവബോധത്തിനുള്ള കാര്യം സ്വീകരിക്കാതെ ഇരിക്കുന്നത് നിയമാഗ്രഹ. അങ്ങനെയാണ്. പിന്നെ ചിലപ്പോൾ ആൾക്കാർ നിയമത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിയമാഗ്രഹ എന്ന് പറയുന്ന കാര്യത്തിന് മുറുകെ പിടിക്കും. മുറുകെ പിടിച്ചിട്ട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ പ്രിൻസിപ്പിൾ എന്താണ്, നമ്മുടെ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ കൃഷ്ണനെ സേവിക്കുക എന്നുള്ള കാര്യത്തിന് അങ്ങ് വിടും. അല്ലെ, 6 മണിക്ക് വിളക്ക് വെക്കണം, അതുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ നിന്ന് നേരത്തെ പോകുന്നു എന്ന് പറഞ്ഞ് എനിക്ക് പോകും. അങ്ങനെ സമയം നമ്മൾ 6:30 വരെ ക്ലാസ് വെച്ചിരിക്കുമ്പോൾ ഓരോരുത്തർ 6 മണിയാകുമ്പോൾ തന്നെ ഇങ്ങനെ വാച്ച് നോക്കി ഇങ്ങനെ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, അവരിങ്ങനെ ടൈം നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് തോന്നും, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു ഇവരിങ്ങനെ, അപ്പൊ നിർത്താമോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനാണ്. ആക്ച്വലി നമ്മൾ എന്താ പറയുന്നത്, ഭഗവാനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ലക്ഷ്യം എന്താണ്, ഭഗവാന് വിളക്ക് വെക്കുക എന്നുള്ളത്. വിളക്ക് വെക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ഏതാണ്, കൃഷ്ണനെ കുറിച്ച് കേൾക്കുക എന്നുള്ളത്. അപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞാലും കുഴപ്പമില്ല, ഇന്ന് പോയിട്ട് ലേറ്റായി വിളക്ക് കത്തിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇന്ന് ഭഗവാനെ കുറിച്ച് കേട്ടിട്ട് പോയി കുറച്ച് വിളക്ക് വെച്ച് ഭഗവാന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഇത്തിരി കോൺഷ്യസ് എങ്കിലും ഉണ്ടാവും. മറ്റത് വിളക്ക് മാത്രമേ വയ്ക്കത്തുള്ളൂ, കോൺഷ്യസ് ഉണ്ടാവില്ല, ബോധം ഉണ്ടാവില്ല. അതുകൊണ്ട് നിയമത്തിനെ മുറുകെ പിടിക്കരുത്, പിടിച്ചുകൊണ്ട് കൃഷ്ണാവബോധം കളയരുത്. പക്ഷെ നിയമത്തിന് അതുകൊണ്ട് പൂർണ്ണമായിട്ടും നിയമത്തിനെ റിജക്റ്റ് ചെയ്യാനും പാടില്ല. നിയമം വേണം, കുളിക്കണം, പാചകം ചെയ്യണം, വൃത്തിയോടുകൂടി പാചകം ചെയ്യണം, ഭഗവാനെ കൊടുക്കണം. ശരി, ഒരു ദിവസം കുളിച്ചില്ല, അതുകൊണ്ട് ഇന്ന് ഞാൻ ജപിക്കുന്നില്ല എന്ന് പറയരുത്. ഇന്ന് എനിക്ക് വയ്യ, എനിക്ക് കുളിക്കാൻ സാധിച്ചില്ല, എന്നാലും ഞാൻ കൈയും കാലും ഒക്കെ കഴുകിയിട്ട് ഞാൻ നാമം ജപിക്കും. അപ്പൊ ഇപ്പൊ നമ്മുടെ പർപ്പസ് എന്താണ്, നാമം ജപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് എനിക്ക് കുളിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ നാമം ജപിക്കാതെ ഇരുന്നില്ല, ഞാൻ നാമം ജപിച്ചു. ഇതാണ് കറക്റ്റ്. അടുത്തത്, അതുകൊണ്ട് ഡെയിലി കുളിക്കാതെ നാമം ജപിക്കരുത്. പറ്റുന്നത് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതനുസരിച്ച് നിയമങ്ങൾ ഫോളോ ചെയ്യണം. എന്നാൽ നിയമത്തിനെ മുറുകെ പിടിക്കാനും പാടില്ല. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും ഉണ്ടോ, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 1-2 ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു, ഒരു ചെറിയ സംശയം. പ്രഭു പറഞ്ഞല്ലോ ഭഗവാൻ നമുക്ക് മറവി തരുന്നുണ്ടെന്ന്. മറവി തരുന്നുണ്ടാണ് ആ ഒരു ചെരുപ്പൂത്തിയുടെ കഥ പറഞ്ഞല്ലോ പ്രഭു. അപ്പം അങ്ങനെ മറവി തന്നിട്ട് പിന്നെ എന്തിനാണ് പ്രഭു ആ ഒരു വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു പല്ലിയോ പാറ്റയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിരിക്കുന്ന വീട്ടിൽ തന്നെ ജനിപ്പിക്കുന്നത്? അപ്പൊ അയാൾക്ക് അതിനെ കുറിച്ച് അറിയുന്നില്ലല്ലോ, തന്റെ തെറ്റ് എവിടെയാണ് പറ്റിയെന്ന് അറിയുന്നില്ലല്ലോ. അപ്പൊ എങ്ങനെ ആ തെറ്റ് തിരുത്തും പ്രഭു? ആദ്യത്തെ ചോദ്യം ഞാൻ അങ്ങോട്ട് വയ്ക്കാം. മറതി കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇയാൾക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട്, എന്ത് സംഭവിക്കുമായിരുന്നു? അത് ഡിഫിക്കൽട്ട് ആണ് പ്രഭു. ആ പഴയത് മൊത്തം ഓർത്തോണ്ടിരിക്കും. വീട്ടിൽ പോയിട്ട് ഇയാൾ അവകാശം പറയും, ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയും. അവിടെ അടിയായി, മറ്റു മക്കൾ ഇവരെടുത്ത് അടിക്കും, ഇവർ അവരെ അടിക്കും. അടുത്തത് കേസാകും, കോടതിയാകും. കോടതിയിൽ കേസ് കൊണ്ടങ്ങ് നിറയും, ആർക്കും ജഡ്ജിമെന്റ് കൊടുക്കാൻ പറ്റില്ല. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇയാളുടെ ചിലപ്പം ആ വീട്ടിലെ മക്കളെല്ലാം അവിടെ ഉണ്ടാവും, ചിലപ്പോൾ ഭാര്യ വേറെത്തന്റെ കൂടെ അടുത്ത ജന്മത്തിൽ വേറൊരാളുടെ മാരേജ് ചെയ്തിരിക്കും. അയാൾ പറയും എന്റെ ഭാര്യയാണെന്ന്, അയാൾ പറയും ഇത് എന്റെ ഭാര്യയാണെന്ന് പറയും. അല്ലെങ്കിൽ ഭാര്യ ഒരു പട്ടിയായിട്ടോ പന്നിയായിട്ടോ ജനിച്ചിരിക്കാം. എങ്ങനെ വേണമെങ്കിൽ കർമ്മം അനുസരിച്ച് ബോഡി മാറിക്കൊണ്ടിരിക്കും. ഇതെല്ലാം ഓർത്ത് കഴിഞ്ഞാൽ ഈ ജീവിതം ഇവിടെ ജീവിക്കാനേ പറ്റില്ല. അതുകൊണ്ട് ഭഗവാൻ മർസിഫുള്ളി കാരുണ്യത്തോടുകൂടി മറപ്പിക്കുമല്ല. ഒന്ന്, ഭഗവാൻ ഓർമ്മിപ്പിക്കും. എന്താണ്? കൃഷ്ണാവബോധത്തിനെ മാത്രം ഭഗവാൻ ഓർമ്മ കൊടുക്കും. അതായത് കഴിഞ്ഞ ജന്മത്തിൽ ഒരു 4 ശ്ലോക പഠിച്ചിരുന്നെങ്കിൽ ഈ ജന്മം വന്നാൽ അത് കേട്ട ഉടനെ നിങ്ങൾക്ക് 4 ശ്ലോക ഓർമ്മ വരും. അതിന് പഠിക്കാൻ നിൽക്കണ്ട. ഭഗവാനുമായിട്ടുള്ള ബന്ധത്തിൽ ഇനി ഭാഗവത കഥകളെല്ലാം ചിലപ്പോൾ ഏതോ ജന്മത്തിൽ കേട്ടിട്ടുണ്ടാകും. ഈ ജന്മത്തിൽ ഒന്ന് തുടങ്ങിയ ഉടൻ ചിലർക്ക് പെടപ്പെടാന്നത് ഓർമ്മ വരും. ചിലർക്ക് എത്ര പഠിച്ചാലും 2-3 പ്രാവശ്യം പഠിക്കണം, എഴുതി പഠിക്കണം, തിരിച്ച് കേൾക്കണം, എങ്കിലേ ഓർമ്മ വരത്തുള്ളൂ. അപ്പൊ എന്തോ സുഹൃതമുണ്ട്. കാരണം സ്വല്പം അഭ്യസ ധർമ്മസ്യ ത്രായത്തെ മഹതോഭയ. ഈ കുറച്ചെങ്കിലും അഭ്യസിച്ചാൽ വലിയ ഭയത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറയുന്നത് ആ ജന്മത്തിലെ എത്ര ജന്മം ചെയ്താലും അതെല്ലാം ഓർക്കാൻ സാധിക്കും. ഭഗവാന്റെ തിരിച്ചു പോകാം, ഭൗതിക ലോകത്തിൽ പേടിയില്ലാതെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് ഭഗവാൻ തന്നെയാണ് ഓർമ്മ കൊടുത്തിരുന്നാൽ ഇത്രയും പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? അതിനെ മറപ്പിക്കുന്നു. പിന്നെ എന്തിനാ വീട്ടിൽ വന്ന് പല്ലിയായിട്ടോ പാറ്റയായിട്ടോ അവിടെ വന്ന് ജനിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് അതിനകത്ത് ആഗ്രഹം, ഡിസയർ ഉണ്ട്. നമ്മളെല്ലാവരും അങ്ങനെയാണ്. ഈ കുടുംബത്തിൽ, ഒരു പർട്ടിക്കുലർ കുടുംബത്തിലെ പർട്ടിക്കുലർ ഫാമിലിക്കകത്ത് നമ്മളൊരു മെമ്പറായിട്ട് വന്ന് ജനിക്കുന്നത് നമ്മുടെ ഡിസയറാണ്. ഗുണകർമ്മ, നമ്മുടെ ഗുണമുണ്ട്, കർമ്മമുണ്ട്. കർമ്മ നമ്മൾ ചെയ്ത പ്രവൃത്തി അനുസരിച്ച് ആ കുടുംബത്തിൽ ഒന്ന് ജനിക്കും. ഗുണമനുസരിച്ച് ആ കുടുംബത്തിൽ എന്താണ് സാത്വികമായിട്ടോ അല്ലെങ്കിൽ ഒരു നല്ല സാത്വിക ഗുണത്തിലാണെങ്കിൽ ആ സാത്വിക ഗുണത്തിലുള്ള ഒരു കുടുംബത്തിൽ
തമോ ഗുണത്തിലാണെങ്കിൽ അങ്ങനത്തെ കുടുംബത്തിൽ ജനിക്കും. ഇതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. പ്രഭു ഇപ്പൊ പറഞ്ഞല്ല കർമ്മം അനുസരിച്ച് ജനിക്കുമെന്ന് പറയണ ഒന്നുകൊണ്ടൊന്ന് വിശദമാക്കി തരുമോ? കർമ്മം അനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ എന്താ പറയാ, ഇപ്പോ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തു, ഒരു പാവ പ്രവൃത്തി ചെയ്തു എന്നിരിക്കട്ടെ, ഒരാളുടെ കൈയും കാലും തല്ലി ഒടിച്ചു നമ്മൾ ഈ ജന്മത്തിൽ. ഓക്കെ, ഇതൊരു പ്രവൃത്തിയാണ്, കർമ്മമാണ്, ഒരു പ്രവൃത്തിയാണ് ചെയ്തിരുന്നത്. ഇത് ചെയ്ത പ്രവൃത്തി തെറ്റായ പ്രവൃത്തിയാണ്. പക്ഷെ ആ ജന്മത്തിൽ നമുക്കൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അഹങ്കരിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഞാൻ അവന്റെ കൈയിൽ, അവനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറി, ഞാൻ അവന്റെ കൈയും കാലും തല്ലി ഒടിച്ചു, എന്താണ് സംഭവിക്കാൻ? പക്ഷെ ഈ പാവം എന്ന് പറയുന്ന ഓരോ പ്രവൃത്തിക്കും ഓരോ വിത്താണ്. ഈ പാവം എന്ന് പറയുന്ന ഒരു വിത്താണ്, പുണ്യം എന്ന് പറയുന്ന ഒരു വിത്താണ്. ചില വിത്ത് ഇട്ടാൽ ഉടനെ പൊടിക്കും. ഒരു ചീര വിത്ത് ഇട്ട് കഴിഞ്ഞാൽ 2 ആഴ്ചയിൽ ചീര നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഒരു തക്കാളിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് ഒരു 3 മാസത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മാങ്ങ വെച്ച് കഴിഞ്ഞാൽ ഒരു 5 വർഷം എടുക്കും. തേങ്ങ വെച്ചാൽ ഒരു 5-6 വർഷം എടുക്കും. ഇത്രയും. അപ്പോൾ ഓരോ വിത്തിനും ഓരോ സമയമെടുക്കും. അതുപോലെയാണ് ചില പാവങ്ങൾ അപ്പം തന്നെ നമുക്ക് കിട്ടും. ചെറിയ ചെറിയ പാവം അപ്പം കിട്ടും. ചില പാവങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ട് കിട്ടും. ചില പാവങ്ങൾ ഈ ജന്മമേ കിട്ടില്ല, അടുത്ത ജന്മം കിട്ടും. കാരണം ഈ പാവം വളരാൻ, കാരണം എന്താ ഭാവികൾ മല പോലെ വളരും എന്ന് പറയത്തില്ലേ? അപ്പോൾ അതുപോലെ എന്താണ് വെച്ചാൽ ഈ പാവികളുടെ പാവം അങ്ങനെ വളർന്നാലേ അവർക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നെക്സ്റ്റ് ലൈഫിലായിരിക്കും അവർ അനുഭവിക്കുക, ഉടനെ അനുഭവിക്കാൻ സാധിക്കില്ല. അപ്പൊ എന്തായാലും ആ ജന്മത്തില് അവർ ചെയ്തതിന്റെ റിസൾട്ട് അനുസരിച്ച് അവർ ഏതെങ്കിലും കുടുംബത്തിൽ ജനിക്കും, കണ്ണില്ലാതെ ജനിക്കും. ആ ജന്മത്തിൽ വന്ന് ജനിക്കുമ്പോൾ തന്നെ ഈ പാവം അനുഭവിക്കാൻ കൈയില്ലാതെ ജനിക്കും. കുട്ടി എവിടെയാ പാവം ചെയ്തത്? അപ്പൊ കൈയില്ലാതെ ജനിച്ചത് എന്തുകൊണ്ട്, കണ്ണില്ലാതെ ജനിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിന്റെ കണ്ടിന്യൂഷനാണ് ഇവിടെ അനുഭവിക്കുന്നത്, ഈ ജന്മത്തിലുള്ളതല്ല. അതാണ്. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചില